ഹലോ എവ്രി വൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ 10th സ്റ്റാൻഡേർഡ് ഫിസിക്സിന്റെ ആത്യന്തിക വിലയിരുത്തൽ 3 2025-26 സെറ്റ് സി മാതൃകാ ചോദ്യ പേപ്പർ, ഭൗതിക ശാസ്ത്രത്തിന്റെ മാതൃകാ ചോദ്യ പേപ്പർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. 40 മാർക്കിന്റെ എക്സാം ആണ്, 1.5 മണിക്കൂറാണ് വരുന്നത്. പിന്നെ ഇവിടെ കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ആണ്. 18 ചോദ്യങ്ങളാണുള്ളത്. ABCD എന്നുള്ള സെക്ഷൻസ് ഉണ്ട്. അതിൽ 6-ാമത്തെ 8-ാമത്തെ 14 17 18 എന്നീ ചോദ്യങ്ങൾക്ക് ചോയ്സ് ഉണ്ട്. അപ്പൊ ഏതാണോ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്നത് അത് നോക്കിയിട്ട് നിങ്ങൾ എഴുതാം. അപ്പൊ സെക്ഷൻ എ നോക്കാം. നമുക്ക് 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. ഓരോ ചോദ്യത്തിനും ഒരു സ്കോർ വീതം. അപ്പൊ 1 മുതൽ 4 വരെ ഉള്ളതിന് 1 മാർക്കാണ്. അപ്പൊ അതിൽ നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒരു പ്രസ്താവന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നിശ്ചിത വൈദ്യുത പ്രവാഹമുള്ള ഒരു സോളിനോയിഡിലെ ചുറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമ്പോൾ സോളിനോയിഡിലെ ആകെ ഫ്ലക്സ് വർദ്ധിക്കുന്നു. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? നിശ്ചിത വൈദ്യുത പ്രവാഹമുള്ള ഒരു സോളിനോയിഡ്, അതിന്റെ ചുറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമ്പോൾ സോളിനോയിഡിലെ ആകെ ഫ്ലക്സ് വർദ്ധിക്കുന്നു. അപ്പൊ നമുക്കറിയാം സോളിനോയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് ചുറ്റുകൾ ഉള്ളതാണ് അല്ലെ. അപ്പൊ ഈ ഒരു ഓരോ ചുറ്റുകളിലൂടെയും നമുക്ക് കറണ്ട് കടന്നു പോകും അല്ലെ. അപ്പൊ കറണ്ട് കടന്നു പോകുമ്പോൾ എന്താണ്, ഇതിനു ചുറ്റും ഒരു കാന്തിക വലയം ഉണ്ടാവും അല്ലെ. അങ്ങനെ ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഒരു ഫ്ലക്സ് ഉണ്ടാവുന്നുണ്ട് അല്ലെ. അപ്പൊ ഓരോ ചുറ്റുകളിലും ഒരു നിശ്ചിത വൈദ്യുത പ്രവാഹമുള്ള ഒരു സോളിനോയിഡിലെ ചുറ്റുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ സോളിനോയിഡിലെ ആകെ ഫ്ലക്സും വർദ്ധിക്കുന്നു. അപ്പൊ ഈ ഒരു ചുറ്റുകളുടെ എണ്ണം ഞാൻ കൂട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൽ ആകെയുള്ള ഫ്ലക്സും എന്ത് ചെയ്യും? വർദ്ധിക്കും. അങ്ങനെയാണെങ്കിൽ പ്രസ്താവന 1 ശരിയാണ്. അടുത്ത നോക്കാം. നിശ്ചിത വൈദ്യുത പ്രവാഹമുള്ള ഒരു സോളിനോയിഡിലെ ചുറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമ്പോൾ ഒരു വലയം മുഖേനയുള്ള ഫ്ലക്സ് വർദ്ധിക്കുന്നില്ല. അതായത് ഇവിടെ എന്തുണ്ട്? നിശ്ചിതമായിട്ടുള്ള ഒരു സോളിനോയിഡ് ആണ്. ഇതിലെ എണ്ണം, അതായത് ചുറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെ ഓരോ വലയത്തിന്റെയും, ഇവിടെ ഒരു വലയമുണ്ട്, വേറെ വലയമുണ്ട്, അങ്ങനെ ഓരോ വലയത്തിന്റെയും ഫ്ലക്സ് വർദ്ധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. യെസ്, അതും ശരിയാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ടോട്ടൽ ആയിട്ടുള്ള അല്ലെ, ഓരോന്നിന്റെയും ഫ്ലക്സ് അല്ല വർദ്ധിക്കുന്നത്, ടോട്ടൽ ആയിട്ടുള്ള ഫ്ലക്സ് ആണ് വർദ്ധിക്കുന്നത്. അപ്പൊ പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. അപ്പൊ ഇതിൽ ഏത് വരും? ഓപ്ഷൻ എ അല്ലെ. 2 പ്രസ്താവനകളും ശരിയാണ്. അപ്പൊ ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇനി രണ്ടാമത്തെ നോക്കാം. പി ക്യു കോളങ്ങളിലുള്ളവയെ അനുയോജ്യമായി ചേർത്തെഴുതിയാൽ ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ബന്ധം ഏത്? അപ്പൊ പി ക്യു എന്ന് പറഞ്ഞിട്ട് 2 കോളംസ് തന്നിട്ടുണ്ട്. അപ്പൊ അത് ആദ്യം ഒന്ന് മാച്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് നമുക്ക് നോക്കാം. അപ്പൊ പ്രകീർണനം ഇവിടെ പി കോളത്തിലുണ്ട്. ഇപ്പുറം ക്യൂവിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ പ്രകീർണനം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? യെസ്, നമ്മുടെ മഴവില്ലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വിസരണം എന്താണ്? നമ്മളുടെ ആകാശത്തിലെ നീലിമയുമായി ബന്ധപ്പെട്ടതാണ്. ടിൻഡൽ പ്രഭാവം അതേതാണ്? പ്രകാശപാത ദൃശ്യമാവുന്നു അല്ലെ. അപ്പൊ എ വരുന്നത് 1, ബി വരുന്നത് 3, സി വരുന്നത് 2. അപ്പൊ ഇതിൽ ഏതാണ് വരുന്നത്? A1, B3, C2 വരുന്നത് ഓപ്ഷൻ സി ആണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. 1000 വാട്ട് പവർ ഉള്ള ഒരു ഉപകരണം എത്ര മണിക്കൂർ കൊണ്ട് ഉപയോഗിക്കുന്ന വൈദ്യുതോർജ്ജമാണ് 1 കിലോ വാട്ട് അവർ? ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഉത്തരം എഴുതാം അല്ലെ. 1000 വാട്ട് പവർ ഉള്ള ഒരു ഉപകരണം എത്ര മണിക്കൂർ കൊണ്ട് ഉപയോഗിക്കുന്ന വൈദ്യുതോർജ്ജമാണ് 1 കിലോ വാട്ട് അവർ? യെസ്, 1 മണിക്കൂർ കൊണ്ട് ഉപയോഗിക്കുന്നതാണ് അല്ലെ. അത് 1 മണിക്കൂർ കൊണ്ട് ഉപയോഗിക്കുന്ന വൈദ്യുതോർജ്ജമാണ് 1 കിലോ വാട്ട് അവർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. അച്ചും ചക്രവും സംവിധാനത്തെ സംബന്ധിച്ച് തന്നിരിക്കുന്നവയിൽ ശരിയായത് ഏത്? ഇവിടെ അച്ചും ചക്രവും ഉള്ള സംവിധാനം തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. യാന്ത്രിക ലാഭം 1ൽ കൂടുതലാണ്. യെസ്, അത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. യത്നം ചെയ്യുന്ന പ്രവൃത്തിയും രോധം ചെയ്യുന്ന പ്രവൃത്തിയും തുല്യമാണ്. യെസ്, അതും ശരിയാണ്. യത്നഭുജം രോധഭുജത്തേക്കാൾ ചെറുതാണ്. അത് ശരിയാണോ? അല്ല, അത് റോങ് ആണ്. ചക്രത്തിന്റെ ആരം കൂടുതലും ആക്സിലിന്റെ ആരം കുറവുമാണ്. അതും ശരിയാണ്. അപ്പൊ 1ഉം 2ഉം 4ഉമാണ് ശരി അല്ലെ. 1ഉം 2ഉം 4ഉം ശരി. ഇതിൽ ഏതാണ്? യെസ്, ഓപ്ഷൻ
ബി ആണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി നമുക്ക് സെക്ഷൻ ബിയിലേക്കാണ് പോകുന്നത്. 5 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. 6, 8 ചോദ്യങ്ങൾ ചോയ്സ് ഉണ്ട്. ഓരോ ചോദ്യത്തിനും 2 സ്കോർ വീതം. അപ്പൊ ഇതില് 5-ാമത്തതിനും 11-ാം വരെയാണ് ചോദ്യങ്ങൾ ഉള്ളത്. 6-ാമത്തെയും 8-ാമത്തേനും ചോയ്സ് ഉണ്ട്, 2 മാർക്കാണ്. അപ്പൊ ചിത്രം നിരീക്ഷിക്കുക. ഇവിടെ നോക്ക്, എയും ബിയും 2 ഭിത്തികളാണ്. അവ തമ്മിലുള്ള അകലം 28 മീറ്റർ ആണ്. എക്സ് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ഒരു വ്യക്തി കൈകൊട്ടുന്നു. ഭിത്തി എയിൽ നിന്ന് എക്സിലേക്കുള്ള അകലം 10.5 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് വ്യക്തമായി കേൾക്കാൻ കഴിയുന്ന ആദ്യത്തെ പ്രതിധ്വനി ഏത് ഭിത്തിയിൽ തട്ടിയുള്ളതായിരിക്കും? ഇവിടെ നിങ്ങൾക്ക് 2 ഭിത്തി കാണാം. എ എന്ന് പറയുന്നതുമുണ്ട്, ബി എന്ന് പറയുന്നതുമുണ്ട്. എയും ബിയും തമ്മിലുള്ള അകലം എത്ര കൊടുത്തിട്ടുള്ളത്? 28 മീറ്റർ ആണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ നിന്നിട്ടുണ്ട്. ഈ എക്സ് എന്ന് പറയുന്ന ഇവിടെ ഒരാൾ ഇങ്ങനെ നിന്നിട്ടുണ്ട്. അപ്പൊ ഈ എ എന്ന് പറയുന്ന ഭിത്തിയും ഈ എക്സ് എന്ന് പറയുന്ന ആളും തമ്മിലുള്ള അകലം എത്രയാ? 10.5 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആളും ഈ ബി എന്ന് പറയുന്ന ഭിത്തിയും തമ്മിൽ എത്രയായിരിക്കും അകലം? നിങ്ങൾ നോക്ക്, എ മുതൽ ബി വരെ 28 ആണ് അല്ലെ? എ മുതൽ ബി വരെ 28 മീറ്റർ ആണ്. എ മുതൽ എക്സ് വരെ അല്ലെ? എ മുതൽ എക്സ് വരെ എത്രയാണ്? എ മുതൽ എക്സ് വരെ 10.5 ആണ്. 10.5 ആണ്. അങ്ങനെയാണെങ്കിൽ ബി മുതൽ എക്സ് വരെ എത്ര ദൂരമായിരിക്കും? 28ന്ന് 10.5 കുറക്കാം അല്ലെ? 28 മൈനസ് 10.5 എത്ര കിട്ടി? 17.5 മീറ്ററിന് കിട്ടി അല്ലെ? അപ്പൊ ഇവിടെ 10.5, ഇവിടെ എത്രയാണ്? 17.5. അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് ഈ ഒരു ഇവിടെ എക്സ് എന്ന് പറയുന്ന ഇവിടെ നിൽക്കുന്ന ആൾക്ക് ആദ്യമായിട്ട് വ്യക്തമായിട്ട് കേൾക്കാൻ കഴിയുന്ന ആദ്യത്തെ പ്രതിധ്വനി ഏതായിരിക്കും? ബിയിൽ നിന്നുള്ളത് ആയിരിക്കും. അതിന്റെ കാരണം എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? വ്യക്തമായിട്ട് പ്രതിധ്വനി കേൾക്കണമെങ്കിൽ അല്ലെ, ഈ നിൽക്കുന്ന ആളും ആ ഒരു തട്ടി വരുന്ന ആ ഒരു സ്ഥാനവും തമ്മിൽ എത്ര ദൂരം അകലെ ഉണ്ടായിരിക്കണം? മിനിമം 17.5 മീറ്റർ ദൂരത്തെങ്കിലും ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ, എന്ത് കേൾക്കാൻ? പ്രതിധ്വനി കേൾക്കാനാവുള്ളൂ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പോ ഏതായിരിക്കും? വാള് ബി അല്ലെ? ഭിത്തി ബിയിലാണ്. അടുത്ത നോക്ക്, കൈകൊട്ടിയതിന്റെ ആദ്യത്തെ പ്രതിധ്വനി കേൾക്കാൻ എത്ര സമയം എടുത്തു കാണും? ഇവിടെ ഇപ്പൊ നമ്മൾ ഏത് ഭിത്തിന്നാണ് ശബ്ദം വരുന്നത് എന്നൊക്കെ കണ്ടുപിടിച്ചു. ഇനി എന്താ ചോദിച്ചിട്ടുള്ളത്? കൈകൊട്ടിയതിന്റെ ആദ്യ പ്രതിധ്വനി കേൾക്കാൻ എത്ര സമയം എടുത്തു കാണും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരാൾ നിന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇയാൾ കൈ കൊട്ടി കഴിഞ്ഞാൽ ശബ്ദം ഇങ്ങനെ പോകണം അല്ലെ? ശബ്ദം ഇയാളിൽ നിന്ന് എവിടത്തേക്ക് പോകും? ഈ ഭിത്തിയിലേക്ക് പോകും അല്ലെ? അപ്പൊ അങ്ങോട്ടേക്ക് ശബ്ദം പോയിട്ട് ഈ ഭിത്തിയിൽ തട്ടിയിട്ട് എന്താണ്? തിരിച്ചിങ്ങോട്ടേക്ക് ഇയാൾ കേൾക്കണം. അതിനെയാണ് നമ്മൾ പ്രതിധ്വനി എന്ന് പറയാം അല്ലെ? അപ്പൊ അങ്ങോട്ടേക്കൊരു ദൂരമുണ്ട്, ഇങ്ങോട്ടേക്കൊരു ദൂരമുണ്ട് അല്ലെ? അപ്പൊ അങ്ങോട്ടേക്കുള്ള ദൂരം ഡി ആണെങ്കിൽ ഇങ്ങോട്ടേക്കുള്ള ദൂരം എന്താണ്? ഡി തന്നെയാണ്. അപ്പൊ ടോട്ടൽ ദൂരം എത്രയാ? ഡി പ്ലസ് ഡി എത്രയാണ്? 2d ആണ് ടോട്ടൽ ദൂരം. ഇനി ഇവിടെ വേറെ എന്താ തന്നിട്ടുള്ളത്? ശബ്ദവേഗം തന്നിട്ടുണ്ട്. എത്രയാണ്? 350. അപ്പൊ നമുക്ക് അതൊക്കെ എഴുതാം. ശബ്ദവേഗം തന്നിട്ടുണ്ട് 350 ആണ്. ദൂരം തന്നിട്ടുണ്ട് അല്ലെ? ദൂരം എത്രയാ തന്നിട്ടുള്ളത്? 2d ആണ്. എന്താ കാണേണ്ടത്? എത്ര സമയമാണ്? ടി ആണ് നമുക്ക് കാണേണ്ടത്. വി ഉണ്ട്, ഡി ഉണ്ട്, ടി ഉണ്ട്. ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാ? യെസ്, എന്താണ്? സ്പീഡ് അല്ലെ? വേഗം ഇസ് ഈക്വൽ ടു ദൂരം ബൈ സമയം. സോറി, ദൂരം ബൈ സമയം. വേഗം ഇസ് ഈക്വൽ ടു ദൂരം ബൈ സമയം. ഓക്കെ, അപ്പൊ വേഗം ഇസ് ഈക്വൽ ടു, ഇവിടെ ദൂരം എത്രയാ? 2d ആണ് അല്ലെ? 2d ബൈ സമയം. ആരെയാ കണ്ടത്? സമയത്തിനെയാണ് കണ്ടത്. സമയത്തിനെ കാണാൻ സമയത്തിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം അല്ലെ? അപ്പൊ സമയം ഇസ് ഈക്വൽ ടു എന്ത് വരും? 2d ബൈ, അന്നേരം ഈ വി എന്താവും? വി താഴേക്ക് പോവും. 2d ബൈ വി എന്ന് വരും അല്ലെ? ഇനി നമുക്ക് വാല്യൂസ് ഇട്ട് കൊടുക്കാം അല്ലെ? 2 ഇൻറ്റു ഡി. ഡിന്റെ എത്രയാണ്? ഡി ഇവിടെ ഞാൻ എഴുതി തന്നിട്ടുണ്ട് അല്ലെ? ഇവിടെ നിന്ന് ഇവിടത്തേക്കുള്ള ദൂരം എത്രയാണ്? 17.5 ആണ്. 17.5 ബൈ വി എത്രയാണ്? വി 350. വി എത്രയാണ്? 350 ആണ്. അപ്പൊ 2 ഇൻറ്റു 17.5 എത്രയാ? 35 അല്ലെ? 35 ബൈ 350. 35 ബൈ 350 എത്ര വരും? 0.1 സെക്കൻഡ് അല്ലെ? 0.1 സെക്കൻഡ് സമയം കൊണ്ടാണ് ഇത് കേൾക്കുക. എന്ത് കേൾക്കുക? പ്രതിധ്വനി കേൾക്കുക. വ്യക്തമായിട്ട് കേൾക്കുക. ഓക്കെ, ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്.
ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 100 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺവെക്സ് ലെൻസ്, 100 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺകേവ് ലെൻസ്, 10 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺവെക്സ് ലെൻസ്, 10 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺകേവ് ലെൻസ് എന്നിവ നൽകിയിരിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ടെലിസ്കോപ്പിലെ ഒബ്ജക്റ്റീവ്, ഐ പീസ് എന്നിവയ്ക്ക് അനുയോജ്യമായവ ഇവയിൽ നിന്നും തിരഞ്ഞെടുത്തെഴുതുക, ഉത്തരം സാധൂകരിക്കുക. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് മൈക്രോസ്കോപ്പ് ആയിക്കോട്ടെ ടെലസ്കോപ്പ് ആയിക്കോട്ടെ, രണ്ടിലും നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്? കോൺകേവ് ആണോ വെക്സ് ആണോ? കോൺവെക്സ് ആണ് അല്ലെ. ഒബ്ജക്റ്റീവ് ആയിട്ടും ഐ പീസ് ആയിട്ടും നമ്മൾ കോൺവെക്സ് ആണ് ഉപയോഗിക്കുക. അപ്പോ ദൂരമുള്ള കോൺവെക്സ് ലെൻസ് ഇതും നമുക്ക് ഓപ്ഷൻ ആയിട്ട് എടുക്കാം. ഇത് വേണ്ട, കോൺകേവ് ആണ്. ഇതും നമുക്ക് ഓപ്ഷൻ ആയിട്ട് എടുക്കാം. ഇതെന്താ? കോൺകേവ് വേണ്ട. അപ്പൊ ഇതും നമുക്ക് എടുക്കാം. അങ്ങനെയെങ്കിൽ ഏതാണ് ഉത്തരം സാധൂകരിക്കുക? ഏതാണ് ഒബ്ജക്റ്റീവ് എടുക്കേണ്ടത്, ഏതാണ് ഐ പീസ് എടുക്കേണ്ടത് എന്നുള്ളതുണ്ട്. ഇവിടെ 100 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺവെക്സ് ലെൻസും ഉണ്ട്, 10 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺവെക്സ് ലെൻസും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ഏത് ഒബ്ജക്റ്റീവ്, ഏത് ഐ പീസ് എന്നുള്ളതും കൂടി നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്കറിയാം എന്താണ് ടെലസ്കോപ്പിൽ അല്ലെ, ടെലസ്കോപ്പില് ഒബ്ജക്റ്റീവ് ലെൻസ് അല്ലെ, ടെലസ്കോപ്പിൽ ഒബ്ജക്റ്റീവ് ലെൻസ് ഏതാ? വലുതായിരിക്കും അല്ലെ. വലുതായിരിക്കണമെങ്കിൽ ഏതിൻ്റെതായിരിക്കണം? 100 സെന്റിമീറ്റർ ഉള്ളതാണ് ഒബ്ജക്റ്റീവ് ലെൻസ് ആക്കി എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഐ പീസ് ലെൻസ് ആയിട്ട് നമ്മൾ ഏതാ എടുക്കുക? ചെറുതാണ് എടുക്കുക. ഏത്? 10 സെന്റിമീറ്ററിന്റെ ആണ് എടുക്കുക അല്ലെ. അപ്പോൾ ഇതാണ് നമ്മളുടെ കാര്യം. ക്ലിയർ ആണല്ലോ അല്ലെ. അപ്പൊ ഇതെന്താണ്? ഈ ടെലസ്കോപ്പിന്റെ ഉപയോഗം എന്താണ്? നമുക്ക് ദൂരെയുള്ള വസ്തുവിനെ എന്താണ് നല്ല വ്യക്തമായിട്ടും വലുതായിട്ടും കാണാനായിട്ട് പറ്റും അല്ലെ. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റീവ് ലെൻസും ഐ പീസ് ലെൻസും ഉണ്ട്, രണ്ടും കോൺവെക്സ് ആണ്. ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കൂടുതലാണ്, ഐ പീസിന്റെ ഫോക്കൽ ലെങ്ത് കുറവും ആണ്. ക്ലിയർ ആണല്ലോ. ഇനി 6th തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അത് ഒന്ന് നമുക്ക് നോക്കാം. ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്നു. യെസ്, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ നിരീക്ഷിക്കേണ്ട വസ്തു ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഏത് സ്ഥാനത്താണ് വെക്കേണ്ടത്? അപ്പൊ എന്താണ്? ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ നമുക്ക് നിരീക്ഷിക്കേണ്ട വസ്തു ഒരു സ്ഥലത്ത് മാത്രമേ വെക്കാവൂ എന്നുള്ള പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ എവിടെയാണ് വെക്കേണ്ടത്? എഫിലാണോ വെക്കേണ്ടത്? എഫിനും 2Fനും ഇടയിലാണോ വെക്കേണ്ടത്? 2Fന് അപ്പുറത്താണോ വെക്കേണ്ടത്? എഫിനും ലെൻസിനും ഇടയിലാണോ വെക്കേണ്ടത് എന്നാണ്. അപ്പോ എഫിലാണ് ഒബ്ജക്റ്റിനെ വെച്ചതെങ്കിൽ, എഫിനെയാണ് നമ്മൾ വസ്തുവിനെ വെച്ചതെങ്കിൽ നമ്മളുടെ ഇമേജ്, പ്രതിബിംബം എവിടെയാ കിട്ടുക? അനന്തതയിലായിട്ടാണ് കിട്ടുക അല്ലെ. അനന്തതയിലായിട്ടാണ് കിട്ടുക. ഇനി എന്താണ്? ഇനി ബിയോണ്ട് 2F അല്ലെ, എവിടെയാണ്? 2Fന് അപ്പുറത്ത് വെച്ച് എന്ന് വിചാരിക്കും. 2Fന് അപ്പുറത്ത് വെച്ച് എന്ന് വിചാരിക്കുക. 2Fന് അപ്പുറത്ത് വെച്ച് കഴിഞ്ഞാലോ ഇവിടെ കിട്ടുന്ന പ്രതിബിംബം എന്തായിരിക്കും? ചെറുതായി പോവും അല്ലെ. ചെറുതായി പോവും. ഇനി എഫിനും ലെൻസിനും ഇടയിലാണ് വെച്ചതെന്ന് വിചാരിക്കുക. എഫിനും ലെൻസിനും ഇടയിലാണ് വെച്ചതെങ്കിൽ മിഥ്യയായിട്ടാണ് നമുക്ക് കിട്ടുക അല്ലെ. മിഥ്യയായിട്ടാണ് കിട്ടുക. അപ്പൊ ഇവിടെ എഫിൽ വെച്ച് കഴിഞ്ഞാൽ അനന്തതയിൽ കിട്ടും, എഫിന് അപ്പുറം വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് കിട്ടും, എഫിനും ലെൻസിനും ഇടയിലാണെങ്കിൽ മിഥ്യയായിട്ടാണ് കിട്ടുക. അപ്പൊ നമ്മൾ എവിടെയാണ് വെക്കേണ്ടത്? നമ്മളുടെ എഫിനും 2Fനും ഇടയിലായിട്ടാണ് നമ്മൾ ആരെ വെച്ചിട്ടുള്ളത്? നമ്മളുടെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലുള്ള വസ്തുവിനെ വെച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ തന്നിരിക്കുന്ന മറ്റു സ്ഥലങ്ങളിൽ ഓരോന്നിലും വസ്തു വയ്ക്കാതിരിക്കുന്നത് കാരണം എന്താണ് കാരണം? എഫിൽ വെച്ച് കഴിഞ്ഞാൽ അത് അനന്തതയിലാണ് വസ്തുവിനെ കിട്ടുക, അത് കിട്ടിയിട്ട് കാര്യമില്ല. എഫിന് അപ്പുറം വെച്ച് കഴിഞ്ഞാൽ ചെറുതാവും. നമ്മൾ മൈക്രോസ്കോപ്പ് എന്തിനു ഉപയോഗിക്കുന്നത്? ഏറ്റവും ചെറുതിനെ വലുതാക്കി കാണാനാ. അപ്പോ ഇത് വെച്ചിട്ട് പിന്നെയും ചെറുതായി പോവാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റുമോ? ഇല്ല. അപ്പൊ അതും പറ്റൂല. എഫിനും ലെൻസിനും ഇടയിലാണെങ്കിൽ മിഥ്യയായി പോവും, മിഥ്യയായിട്ടും കാര്യമില്ല. അപ്പൊ ക്ലിയർ ആണല്ലോ അല്ലെ. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. 7th ക്വസ്റ്റ്യൻ. കാർബൺ പാദമുദ്ര എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? കാർബൺ പാദമുദ്ര കുറയ്ക്കാൻ 2 മാർഗങ്ങൾ നിർദ്ദേശിക്കുക. ഇത് നമ്മളുടെ ടെക്സ്റ്റ് എന്നുള്ള ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പൊ കാർബൺ പാദമുദ്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തേലും നമ്മളുടെ ഹരിതഗൃഹവാതകങ്ങളുടെ അല്ലെ
ഈ ഒരു ഹരിതഗൃഹവാതകങ്ങളുടെ അളവിനെ തത്തുല്യമായിട്ട് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവായി പരിവർത്തനം ചെയ്ത് സൂചിപ്പിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കാർബൺ പാദമുദ്ര എന്ന് പറയുന്നത് അല്ലെ. അത് ഞാനിവിടെ എഴുതേണ്ട ആവശ്യമില്ലല്ലോ, നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഒന്നും കൂടി പറഞ്ഞു തരാം. ഇപ്പൊ നമ്മൾ ഓരോരോ ഉപകരണങ്ങളും ഓരോരോ കാര്യങ്ങളും ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ്, ഹരിതഗൃഹവാതകങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, റിലീസ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെ. അങ്ങനെയുള്ള ഈ ഒരു ഹരിതഗൃഹവാതകങ്ങളുടെ അളവിനെ നമ്മൾ തത്തുല്യമായിട്ട് എന്തിന്റെ ഈലാണ് എഴുതുക, കാർബൺ ഡൈ ഓക്സൈഡിന്റെ അല്ലെ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവായിട്ട് പരിവർത്തനം ചെയ്തിട്ട് സൂചിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കാർബൺ പാദമുദ്ര എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ്, കാർബൺ പാദമുദ്ര കുറയ്ക്കാൻ 2 മാർഗം നിർദ്ദേശിക്കുക. 2 മാർഗമൊന്നല്ല, കുറേ മാർഗങ്ങൾ നമ്മളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ. എന്താണ്, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഊർജ ഉപഭോഗം എന്ത് ചെയ്യുക, കുറയ്ക്കുക അല്ലെ. വീട്ടിൽ ഉപയോഗിക്കുന്ന ഊർജ ഉപഭോഗം കുറയ്ക്കുക. അതേപോലെ തന്നെ ഭക്ഷണങ്ങൾ പാഴാക്കാണ്ടിരിക്കുക. പിന്നെ എന്താണ്, നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ അല്ലെ, പൊതുഗതാഗത സൗകര്യങ്ങൾ ഉപയോഗിക്കുക. അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മളുടെ ടെക്സ്റ്റിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്ത ഒരു കാര്യമാണ്. അപ്പൊ അത് നിങ്ങളൊന്ന് റെഫർ ചെയ്യുക കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ എഴുതാത്തത്. നമ്മളുടെ ടെക്സ്റ്റിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുമുണ്ട്, നമ്മൾ ക്ലാസ്സിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇനി 8ാമത്തെ A ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വസ്തു പച്ച പ്രകാശത്തിൽ പച്ച നിറത്തിലും ചുവപ്പ് പ്രകാശത്തിൽ ചുവപ്പ് നിറത്തിലും നീലപ്രകാശത്തിൽ ഇരുണ്ടതായും കാണപ്പെടുന്നു. ഓക്കെ, എന്താണ്, ഒരു വസ്തു ഉണ്ട്, അത് പച്ച പ്രകാശത്തിൽ ഏത് കളറിലാ, പച്ച കളറിൽ, ചുവപ്പ് പ്രകാശത്തിലോ ചുവപ്പ് നിറത്തിൽ, നീലപ്രകാശത്തിൽ ഇരുണ്ട് പോകുന്നുമുണ്ട്. അങ്ങനെയെങ്കിൽ ധവളപ്രകാശത്തിൽ ഈ വസ്തുവിന്റെ നിറം എന്തുകൊണ്ട്? സയൻ പ്രകാശത്തിൽ ഈ വസ്തു ഏത് നിറത്തിൽ കാണപ്പെടും, കാരണം എന്ത്? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മളുടെ പ്രാഥമിക വർണ്ണങ്ങളെ കുറിച്ച് പഠിക്കണം എന്നല്ല, എഴുതി വെക്കണം അല്ലെ. ഏതൊക്കെയായിരുന്നു നമ്മളുടെ പ്രാഥമിക വർണ്ണം? റെഡ് ഉണ്ട്, പിന്നെന്താണ്, ഗ്രീൻ ഉണ്ട്, റെഡ്, ഗ്രീന്, ബ്ലൂ. ഈ 3 എണ്ണമാണ് നമ്മളുടെ പ്രാഥമിക വർണ്ണങ്ങൾ അല്ലെ. അപ്പൊ റെഡും ഗ്രീനും ചേർന്ന് കഴിഞ്ഞാൽ ആരാണ് ആവുക, യെല്ലോ ഉണ്ടാവും. ഗ്രീനും ബ്ലൂവും ചേർന്ന് കഴിഞ്ഞാൽ ആരാ ഉണ്ടാവുക, നമ്മളുടെ സിയാൻ ഉണ്ടാവും. റെഡും ബ്ലൂവും ചേർന്ന് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ മജന്ത കളർ ഉണ്ടാവുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതിന്റെ ആൻസർ എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഒരു വസ്തു ഉണ്ട്, പച്ച പ്രകാശത്തിൽ പച്ച നിറത്തിലും ചുവപ്പ് പ്രകാശത്തിൽ ചുവപ്പ് നിറത്തിലും നീലപ്രകാശത്തിൽ ഇരുണ്ടും കാണുന്നുണ്ട്. അങ്ങനെയാണ് അത് ഏതായിരിക്കും, നമ്മളുടെ യെല്ലോ കളർ ആയിരിക്കൂലേ, യെല്ലോ ആയിരിക്കും. കാരണം യെല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെ കൂടിയിട്ടുള്ളതാണ്, റെഡും ഗ്രീനും ചേർന്നിട്ടുള്ളതാണ്. അപ്പൊ യെല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡും ഗ്രീനും ആണ്. അപ്പൊ യെല്ലോനെ റെഡ് വെളിച്ചത്തിൽ അല്ലെ, ചുവപ്പ് വെളിച്ചത്തിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ചുവപ്പായിട്ടും പച്ച വെളിച്ചത്തിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പച്ചയായിട്ടും കാണും. ഇനിയിപ്പൊ നീല വെളിച്ചത്തിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാലോ അതിനെ ഡാർക്ക് ആയിട്ടും കാണും. കാരണം യെല്ലോയിൽ ബ്ലൂ ഉണ്ടോ, ഇല്ല. അതാണ് ഇതിന്റെ കാരണം. ഇനി അടുത്ത, സയൻ പ്രകാശത്തിൽ ഈ വസ്തു ഏത് നിറത്തിൽ കാണപ്പെടും, കാരണം എന്ത്? അപ്പൊ ഈ സി എന്ന് പറയുന്നത് എന്താ, സയാൻ ആണ് അല്ലെ. അപ്പൊ സിയാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെ കൂടിയിട്ടുണ്ടായതാണ്, സി എന്ന് വെച്ച് കഴിഞ്ഞാല് ഗ്രീനും ബ്ലൂവും കൂടിയിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ യെല്ലോ എന്ന് പറയുന്ന ആള് ഈ സി എന്ന് പറയുന്ന ലൈറ്റിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഏത് നിറത്തിലായിരിക്കും കാണാം? അപ്പൊ നിങ്ങൾ നോക്കി, യെല്ലോയില് റെഡും ഗ്രീനും ഉള്ളത്, സിയില് ഗ്രീനും ബ്ലൂ ആണുള്ളത് അല്ലെ. അപ്പൊ ഇവിടെ രണ്ടിടത്തിൽ കോമൺ ആയിട്ടുള്ളത് ആരാണ്, ഗ്രീൻ ആണ് അല്ലെ. ഇവിടെയും ഗ്രീൻ ഉണ്ട്, ഇവിടെയും ഗ്രീൻ ഉണ്ട്. അപ്പൊ യെല്ലോ ഗ്രീനിൽ വെച്ചാൽ ഗ്രീൻ ആയിരിക്കും. സയാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീനും ബ്ലൂവും ചേർന്ന, ഗ്രീന് ഓൾറെഡി യെല്ലോയിൽ ഉണ്ട്. അപ്പോൾ സയാൻ വെളിച്ചത്തിൽ യെല്ലോനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇത് ഏത് കളറിൽ കാണും, ഗ്രീൻ കളറിൽ കാണും, പച്ച നിറത്തിൽ അല്ലെ, പച്ച നിറത്തിലാണ് കാണാം. ധവളപ്രകാശത്തിൽ ഈ വസ്തുവിന്റെ നിറം എന്താണ്, മഞ്ഞയാണ്, മഞ്ഞ. സയൻ പ്രകാശത്തിലോ പച്ചയും ആണ്. ക്ലിയർ ആണല്ലോ അല്ലെ. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇത്. നിങ്ങൾ പ്രാഥമിക വർണ്ണവും ദ്വിതീയ വർണ്ണവും അറിഞ്ഞിരിക്കണം എന്നുള്ളത് മാത്രം. ഇനി അടുത്ത നോക്കേ, ധവളപ്രകാശത്തെ മജന്ത ഫിൽട്ടറിലൂടെയും തുടർന്ന് മഞ്ഞ ചുവപ്പ് ഫിൽട്ടറുകളിലൂടെയും കടത്തിവിട്ട് വെളുത്ത ചുവരിൽ പതിപ്പിക്കുന്നു. ഓക്കെ, നമുക്ക് അതൊന്ന് ചെയ്തു നോക്കാം. ധവളപ്രകാശം എന്ന് വെച്ച് കഴിഞ്ഞാല് വൈറ്റ് ലൈറ്റ് അല്ലെ, വെള്ള നിറത്തിൽ ആരൊക്കെ ഉള്ളത്, നമ്മളുടെ റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്,
ബ്ലൂ ഉണ്ട്. ഈ മൂന്ന് ആൾക്കാർ കൂടിയിട്ടാണ് ധവളപ്രകാശം ഉണ്ടായി വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ധവളപ്രകാശത്തെ ആദ്യം എന്തിലൂടെയാണ് കടത്തിവിട്ടത്? മജന്ത ഫിൽട്ടറിലൂടെയാണ് കടത്തിവിട്ടത്. അപ്പൊ മജന്ത ആരൊക്കെ കൂടിയിട്ടാണ് ഉണ്ടായിട്ടുള്ളത് നമ്മൾ നോക്കണം അല്ലെ. റെഡ് ഉണ്ട്, പിന്നെ ആരൊക്കെയാണുള്ള? ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്. ഈ മൂന്ന് കളർ ഉണ്ട്. റെഡും ഗ്രീനും ചേർന്ന് കഴിഞ്ഞാൽ യെല്ലോ കിട്ടും, ഗ്രീനും ബ്ലൂവും ചേർന്ന് കഴിഞ്ഞാൽ സയൻ കിട്ടും, റെഡും ബ്ലൂവും ചേർന്ന് കഴിഞ്ഞാൽ മജന്ത കിട്ടും. അപ്പൊ മജന്ത ആരൊക്കെ കൂടിയിട്ടാണ്? റെഡും ബ്ലൂവും. അതും കൂടി നമുക്ക് ഇവിടെ എഴുതി വെക്കാം. മജന്ത കിട്ടുന്നത് റെഡും ബ്ലൂവും ചേർന്നിട്ടാണ്. മജന്ത ഫിൽട്ടറിലൂടെയും തുടർന്ന് മഞ്ഞ, ചുവപ്പ് ഫിൽട്ടറുകളിലൂടെയാണ് കടത്തിവിടുന്നത്. അപ്പൊ ആദ്യം തന്നെ വൈറ്റ് ലൈറ്റ് അല്ലെ, ധവളപ്രകാശം മജന്ത ഫിൽട്ടറിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ ഇത് മജന്ത ഫിൽട്ടർ ആണ് എന്ന് വിചാരിക്കുക. മജന്തയിൽ ആരൊക്കെയാണുള്ളത്? റെഡും ഉണ്ട്, ബ്ലൂവും ഉണ്ട്. വൈറ്റ് ധവളപ്രകാശത്തിൽ ആരൊക്കെയാണുള്ളത്? റെഡ്, ഗ്രീന്, ബ്ലൂ. അപ്പോ ഈ മൂന്ന് ആൾക്കാരും ഈ ഒരു ഫിൽട്ടറിലൂടെ കടന്നു പോകുമ്പോ ഈ റെഡിന് റെഡ് ഇവിടെ ഉണ്ട്, ഗ്രീനിന് ഗ്രീൻ ഇവിടെ ഇല്ല, ബ്ലൂവിന് ബ്ലൂ ഇവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മൂന്ന് കളറും ഈ മജന്തയിലൂടെ കടന്നു പോകുമ്പോൾ ആരൊക്കെ പുറത്തു വരും? നമ്മളുടെ റെഡും ബ്ലൂവും പുറത്തു വരും. റെഡും ബ്ലൂവും പുറത്തു വരും. ക്ലിയർ ആണല്ലോ അല്ലെ. ഇനി അടുത്തത് എന്താ? തുടർന്ന് മഞ്ഞ ഫിൽട്ടറിലൂടെയാണ് പോകുന്നത്. ഏത്? മഞ്ഞ ഫിൽട്ടർ. അപ്പൊ യെല്ലോ ഫിൽട്ടർ ആണ് അടുത്തത്. ഇത് യെല്ലോയിൽ ആരൊക്കെയാണുള്ളത്? റെഡും ഗ്രീനും ആണ് ഉള്ളത് അല്ലെ. യെല്ലോയിൽ റെഡും ഗ്രീനുമാണ് ഉള്ളത്. അപ്പൊ നിങ്ങൾ നോക്ക്, റെഡും ബ്ലൂവും മഞ്ഞയിൽ റെഡും ഗ്രീനും ഉള്ളത്. അപ്പൊ ഇതിലൂടെ കടന്നു പോകുമ്പോ റെഡിലൂടെ കടന്നു പോകും. ബ്ലൂ ഉണ്ടോ? ഇല്ല. അപ്പോ ഇവിടെ എന്ത് വരും? ഇവിടെ റെഡ് കളർ കിട്ടും അല്ലെ. മനസ്സിലായല്ലോ അല്ലെ. ഇവിടെ റെഡ് കോമൺ ആയിട്ടാണ് ഉള്ളത്. അപ്പൊ റെഡ് കിട്ടും. ഓക്കെ, റെഡ് കിട്ടി. ഇനി എന്താണ്? ചുവപ്പ് ഫിൽട്ടറിലൂടെ. ഇനി അടുത്തത് കടക്കാൻ പോകുന്നത് റെഡ് ഫിൽട്ടറിലൂടെ. റെഡിന് റെഡ് തന്നെ സുഖമായിട്ട് കടന്നു പോകാൻ പറ്റും അല്ലെ. അപ്പൊ റെഡ് തന്നെ കിട്ടും. എന്നിട്ട് ഇവിടെ ഒരു സ്ക്രീന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ ഏത് കളർ ആയിരിക്കും പുറത്തെത്തുക? നമ്മളുടെ റെഡ് കളർ ആയിരിക്കും പുറത്ത് എത്തുന്നത്. അപ്പൊ കടത്തിവിട്ട് ചുമരിൽ പതിപ്പിച്ചു കഴിഞ്ഞാൽ ഏത് കളറാ കിട്ടുക? നമ്മളുടെ റെഡ് കളറാണ് കിട്ടുക. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. മജന്ത ഫിൽട്ടറിലൂടെ കടന്നു വരുന്ന പ്രകാശവർണ്ണങ്ങൾ ഏതെല്ലാമായിരിക്കും? എന്തുകൊണ്ടാണ്? മജന്ത ഫിൽട്ടറിലൂടെ കടന്നു പോകുന്ന പ്രകാശവർണ്ണങ്ങൾ ഏതൊക്കെയാണ്? റെഡും ബ്ലൂവും ആണ് അല്ലെ. റെഡും ബ്ലൂവും ആണ്. അടുത്തത്, വെളുത്ത ചുവരിൽ ഏത് വർണ്ണമായിരിക്കും പതിക്കുക? എന്തുകൊണ്ട്? വെളുത്ത ചുവരിൽ ഏതാണ്? റെഡ് ആണ്. എന്തുകൊണ്ടാണ് പതിച്ചത്? ഇപ്പൊ മജന്തയിലൂടെ ആണെങ്കിൽ റെഡും ബ്ലൂവും വരും, യെല്ലോ ആണെങ്കിൽ റെഡ് വരും അല്ലെ. റെഡിലൂടെ റെഡ് തന്നെ വരും അല്ലെ. അപ്പൊ അത് നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. കാരണം പറയേണ്ട ആവശ്യമില്ലല്ലോ. പ്രാഥമിക വർണ്ണങ്ങളെ കുറിച്ചും ദ്വിതീയ വർണ്ണങ്ങളെ കുറിച്ചും നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് 9th ക്വസ്റ്റ്യൻ നോക്കാം. ചിത്രം നിരീക്ഷിക്കുക. ഈ ഒരു ചിത്രം നിരീക്ഷിക്കുക. ഈ ഉപകരണത്തിലെ ആർമേച്ചർ കറങ്ങുമ്പോൾ ബാഹ്യ സർക്യൂട്ടിൽ ലഭിക്കുന്ന വൈദ്യുതി ഏത് തരമാണ്? ഉത്തരം സാധൂകരിക്കുക. ഇവിടെ ഏതാണ് ബാഹ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇതാണ് ബാഹ്യ സർക്യൂട്ട് അല്ലെ. ഇവിടെയാണ് ബാഹ്യ സർക്യൂട്ട് ഉള്ളത്. ഈ ഉപകരണത്തിലെ ആർമേച്ചർ കറങ്ങുമ്പോൾ, ആർമേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ABCD എന്ന് പറയുന്ന ആർമേച്ചർ കറങ്ങുമ്പോൾ ഈ ഒരു ബാഹ്യ സർക്യൂട്ടിൽ കിട്ടുക ഏത് കറണ്ട് ആണ് എന്നാ ചോദിച്ചിട്ടുള്ളത്. ഏത് കറണ്ട് ആണ്? നമ്മളുടെ AC കറണ്ട് ആണ്. DC കറണ്ട് ആണ് കിട്ടുക. അതെങ്ങനെയാ DC കറണ്ട് ഇവിടെ കിട്ടിയിട്ടുള്ളത്? നിങ്ങൾ നോക്ക്, ഇവിടെ എന്താ ഉള്ളത്? സ്പ്ലിറ്റ് റിങ്സ് ആണ് ഉള്ളത്. സ്പ്ലിറ്റ് റിങ്സ് അല്ലെ. സ്പ്ലിറ്റ് റിങ്സ് ഏതിലാണ് കാണപ്പെടുക? DC ജനറേറ്ററിലാണ് കാണപ്പെടുക. സ്ലിപ്പ് റിങ്സ് എങ്ങനെയാണ്? ഇങ്ങനെ രണ്ട് വട്ടങ്ങൾ അല്ലെ. ഇവിടെ ഇങ്ങനെ രണ്ട് വട്ടങ്ങളാണെങ്കിൽ അതെന്താണ്? സ്ലിപ്പ് റിങ്സ് ആണ് അല്ലെ. സ്ലിപ്പ് റിങ്സ് എവിടെയാ കാണപ്പെടുക? സ്ലിപ്പ് റിങ്സ് AC-യിലുമാണ്. സ്പ്ലിറ്റ് റിങ്സ് എവിടെയാ? DC-യിലും ആണ്. അപ്പൊ ഈ ഒരു ചിത്രം നോക്കി കഴിഞ്ഞാൽ തന്നെ അല്ലെ, സ്പ്ലിറ്റ് ആയിട്ട് ഹാഫ് ആയിട്ടാണ് ഉള്ളത് അല്ലെ. ഹാഫ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഏത് ജനറേറ്ററാ? DC ജനറേറ്ററാ. അങ്ങനെയാണെങ്കിൽ ബാഹ്യ സർക്യൂട്ടിൽ കിട്ടുന്നത് ഏതായിരിക്കും? DC ആയിരിക്കും. ഈ ഉപകരണത്തിൽ ആർമേച്ചർ കറങ്ങുമ്പോൾ ബാഹ്യ സർക്യൂട്ടിൽ ലഭിക്കുന്ന വൈദ്യുതി ഏത് തരമാണ്? DC ആയിരിക്കും അല്ലെ. അതെന്താണ്? DC അല്ലെ. DC കറണ്ട്. എന്തുകൊണ്ടാണ്? ഇവിടെ ആർമേച്ചർ ഉൽപ്പാദിപ്പിക്കുന്നത് എന്താണ്? AC തന്നെയാണ് അല്ലെ. ഇവിടെ ABCD എന്ന് പറയുന്ന ആർമേച്ചർ ഉണ്ട് അല്ലെ. അപ്പൊ ഓരോ ഹാഫ് റൊട്ടേഷനിലും ഇവിടെ ഇങ്ങനെ കറണ്ടിന്റെ ഡയറക്ഷൻ മാറുന്നുണ്ട് അല്ലെ. അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷൻ മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ AC ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്നാണ് അർത്ഥം അല്ലെ. അപ്പൊ ഈ ഒരു ആർമേച്ചറിൽ എന്താ ഉണ്ടാക്കുന്നത്? AC-നെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നെ ഈ ഒരു എക്സ്റ്റേണൽ അല്ലെ, പുറത്തേക്ക് ബാഹ്യ സർക്യൂട്ടിലേക്ക് എത്തുമ്പോൾ അത് DC ആയിട്ട് മാറുന്നത് എങ്ങനെയാണ്? യെസ്, അതിനാണ് നമ്മളുടെ ഈ ഒരു സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്ന ആളുള്ളത് അല്ലെ. ഈ ഒരു സ്പ്ലിറ്റ് റിംഗ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളുടെ
ഈ ഒരു എ സി കറണ്ടിനെ എന്താക്കി മാറ്റുന്നുണ്ട്? ഡി സി കറണ്ട് ആക്കി മാറ്റുന്നുണ്ട്. ക്ലിയർ ആണല്ലോ അല്ലെ? ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. അടുത്തത്, ആർമേച്ചർ നിശ്ചലമാക്കി ഫീൽഡ് കാന്തം കറക്കിയാൽ ബാഹ്യ സർക്യൂട്ടിൽ ലഭിക്കുന്ന വൈദ്യുതി ഏത് തരമായിരിക്കും? കാരണമെന്ത്? ഇത് നമ്മളുടെ ടെക്സ്റ്റ് നിന്ന് ഡയറക്റ്റ് ആയിട്ട് എടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഈ എ ബി സി ഡി എന്ന് പറയുന്നത് കറങ്ങുന്നില്ല, അതിനെ നിശ്ചലമാക്കിക്കൊണ്ട് ഈ ഫീൽഡ് കാന്തങ്ങൾ എന്ത് ചെയ്ത് കറക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ബാഹ്യ സർക്യൂട്ടിൽ ലഭിക്കുന്ന കറണ്ട് ഏതായിരിക്കും എന്നാ ചോദിച്ചത്. ഏതായിരിക്കും അത്? എ സി ആയിരിക്കും. കാരണം എന്താണ്? ഇത് കറങ്ങിയാൽ മാത്രമാണ് നമ്മളുടെ ഈ സ്പ്ലിറ്റ് റിംഗ് മാറുള്ളൂ അല്ലെ? ഈ സ്പ്ലിറ്റ് റിംഗ് മാറുന്നില്ല, പകരം എന്താണ്? ഈ ഒരു കാന്തം അല്ലെ, കാന്തം മാത്രമാണ് ഇങ്ങനെ കറങ്ങുന്നത്. ഈ കാന്തം ഇങ്ങനെ കറങ്ങുന്നത് കാരണം എ ബി സി ഡി എന്ന് പറയുന്ന ഈ ഒരു ആർമേച്ചറിൽ എന്ത് ഉണ്ടാവുന്നുണ്ട്? ഒരു കറണ്ട് ഉണ്ടാകുന്നുണ്ട്. ഏത് ടൈപ്പ് കറണ്ട്? എ സി കറണ്ട് ആണ് ഉണ്ടാകുന്നത് അല്ലെ? എ സി കറണ്ട് ആണ് ഉണ്ടാകുന്നത്. അപ്പൊ എ സി കറണ്ട് ഉണ്ടായി, ഇത് കറങ്ങുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ ഡയറക്ഷൻ മാറുന്നില്ല. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഈ സ്പ്ലിറ്റ് റിംഗിന്റെ ഡയറക്ഷൻ മാറാത്തത് കൊണ്ട് നമുക്ക് ഇവിടെ എന്ത് കിട്ടും? ബാഹ്യ സർക്യൂട്ടിൽ എ സി തന്നെയാണ് കിട്ടുക. അപ്പൊ ഒന്നും കൂടി പറയാം. ആദ്യത്തെ ഈ എയിൽ എന്താണ്? എയില് ഡി സി ആണ്. കാരണം ഇവിടെ നമുക്ക് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ ആണ് ഉള്ളത് അല്ലെ? സ്പ്ലിറ്റ് റിംഗ് ആണെങ്കിൽ അത് ഡി സി ആയിരിക്കും. ഇനി ഈ എ ബി സി ഡി എന്ന് പറയുന്ന ആർമേച്ചറിന് കറക്കുന്നില്ല, അത് ഇവിടെ തന്നെ ഇങ്ങനെ സ്റ്റില്ലായിട്ട് സ്റ്റേഷനറി ആയിട്ട് വെച്ച് കഴിഞ്ഞാല് ഈ സ്പ്ലിറ്റ് റിംഗ് മാറുന്നുണ്ടോ? ഇല്ല. ഈ സ്പ്ലിറ്റ് റിംഗ് ആണ് നമ്മളുടെ കറണ്ടിന്റെ ഡയറക്ഷൻ മാറ്റുന്ന ആള് അല്ലെ? അപ്പൊ അയാൾ മാറുന്നില്ല, ആകെ മാറുന്നത് നമ്മളുടെ ഈ കാന്തമാണ്. അപ്പൊ ഈ കാന്തം ഇങ്ങനെ മാറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആർമേച്ചർ മാറുന്നില്ല. അപ്പൊ ഇവിടെ എന്തെന്നെയാ കിട്ടുക? നമ്മളുടെ ഈ ഒരു ആർമേച്ചറിലുള്ള എ സി കറണ്ട് തന്നെയാണ് പുറത്തേക്കും കിട്ടുക. ഓക്കെ, അപ്പോ 9ാമത്തെ ക്വസ്റ്റ്യനും കഴിഞ്ഞ് ഇനി നമുക്ക് 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 240 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന പവർ നഷ്ടമില്ലാത്ത ഒരു ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിൽ 3000 ചുറ്റുകളും സെക്കൻഡറിയിൽ 750 ചുറ്റുകളും ഉണ്ട്. അങ്ങനെയെങ്കിൽ സെക്കൻഡറിയിൽ ലഭിക്കുന്ന വോൾട്ടേജ് എത്ര? സെക്കൻഡറിയിലെ പവർ 480 വാട്ട് ആണ് എങ്കിൽ പ്രൈമറി കറണ്ട് എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ 240 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന പവർ നഷ്ടമില്ലാത്ത ഒരു ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിൽ 3000 ചുറ്റുകളും സെക്കൻഡറിയിൽ എത്രയുള്ളത്? 750 ചുറ്റുകളും ഉണ്ട്. അങ്ങനെയെങ്കിൽ സെക്കൻഡറി ലഭിക്കുന്ന വോൾട്ടേജ് എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്രൈമറിന്റെ വോൾട്ടേജ് തന്നിട്ടുണ്ട്. അതെന്താണ്? വി പി ഇസ് ഈക്വൽ ടു 240. പിന്നെ എന്താ തന്നെ? പ്രൈമറിയുടെ 3000 ചുറ്റുകളുണ്ട് അല്ലെ? ചുറ്റുകൾ എന്താണ്? എൻ പി അല്ലെ? എൻ പി എത്ര തന്നിട്ടുള്ളത്? 3000 എന്ന് തന്നിട്ടുണ്ട്. എൻ എസ് എത്ര തന്നിട്ടുള്ളത്? എൻ എസ് 750 ഉണ്ട്. എന്താ കണ്ടത്? സെക്കൻഡറി ലഭിക്കുന്ന വോൾട്ടേജ് വി എസ് ആണ് നമുക്ക് കാണേണ്ടത് അല്ലെ? അപ്പൊ വി പി വി എസ്, എൻ പി എൻ എസ് തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാലോ. ഏതാണ്? എൻ എസ് ബൈ എൻ പി. എൻ എസ് ബൈ എൻ പി is equal to വി എസ് ബൈ വി പി. എൻ എസ് ബൈ എൻ പി is equal to വി എസ് ബൈ വി പി. എൻ എസ് എത്രയാണ്? എൻ എസ് is 750 divided by എൻ പി എത്രയാണ്? എൻ പി is 3000 is equal to വി എസ് എത്രയാണ്? വി എസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡിവൈഡഡ് ബൈ വി പി എത്രയാണ്? 240. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ വി എസ് എന്ന് എഴുതുന്നുണ്ട്. അപ്പൊ വി എസ് is equal to എന്ത് വരും? വി എസ് is equal to എന്താണ്? 750 into 240 ഡിവൈഡഡ് ബൈ 3000 എന്നാണ് നമുക്ക് കിട്ടുക അല്ലെ? അപ്പൊ ഇവിടെ 2 സീറോസ് ഉണ്ട്, 2 സീറോസ് താഴേതും വെട്ടി. അപ്പൊ മേലെ എന്ത് വരും? 75 into 24 ബൈ എന്ത് വരും? 30 എന്ന് കിട്ടും അല്ലെ? അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എത്രയാണ്? 300/5 എന്ന് കിട്ടും. ഇത് വെട്ടിക്കഴിഞ്ഞാൽ 300/5. 300/5 60 വോൾട്ട് എന്ന് കിട്ടും. അപ്പൊ സെക്കൻഡറിയിലുള്ള വോൾട്ടേജ് എത്രയാണ്? 60 വോൾട്ട് ആണ്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? സെക്കൻഡറിയിലെ പവർ 480 വാട്ട് ആണ് എങ്കിൽ പ്രൈമറി കറണ്ട് എത്ര? അല്ലെ? സെക്കൻഡറിയിലെ പവർ 480 ആണെങ്കിൽ പ്രൈമറിയിലെ കറണ്ട് എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത് അല്ലെ? കറണ്ടും പവറും തമ്മിലുള്ള റിലേഷൻ എന്താണ്? പി ഈസ് ഈക്വൽ ടു വി ഐ ആണ് അല്ലെ? ഇവിടെ സെക്കൻഡറിയിലെ പവർ ആണ്, സെക്കൻഡറിയിലെ പവർ ആണ് എങ്കിൽ പ്രൈമറി കറണ്ട് എത്രയാണെന്ന് ചോദിച്ചത്. സെക്കൻഡറിയിലെ 480 വാട്ട് എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ എന്താണ്? പവർ നഷ്ടമില്ലാത്ത ഒരു ട്രാൻസ്ഫോമർ എന്നും പറയുന്നുണ്ട് അല്ലെ? അങ്ങനെയാണെങ്കിൽ പ്രൈമറിയിലെ കറണ്ട് പവറും എന്ത് തന്നെയായിരിക്കും? 480 വാട്ട് തന്നെ ആയിരിക്കും അല്ലെ? കാരണം സെക്കൻഡറിയിലെ പവർ 480 തന്നിട്ടുണ്ട്, പ്രൈമറിയിലെ പവർ ഇവിടെ എവിടെയും തന്നിട്ടില്ല. പക്ഷെ ഇവർ പറയുന്നുണ്ട് പവർ നഷ്ടമില്ലാത്ത ഒരു ട്രാൻസ്ഫോമർ. അപ്പൊ എന്താണ്? പവർ ഓഫ് എന്താണ്? പ്രൈമറി എന്തായിരിക്കും? പവർ ഓഫ് പ്രൈമറി എന്തായിരിക്കും? 480 തന്നെ ആയിരിക്കും.
അപ്പൊ ഇവിടെ എന്താ കാണേണ്ടത്? വി പിയും ഐ പിയും എന്ന് വരും. അപ്പൊ പവർ എത്രയാണ്? 480 ഇസ് ഈക്വൽ ടു വി പി എത്രയാണ്? 240 ഇൻറ്റു ഐ പി ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ ഐ പിന് ഇവിടെ വെച്ച് ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ ഇത് ഡിവൈഡ് ആയിട്ട് വരും. അപ്പൊ 480/240 ഇതും വെട്ടി ഇസ് ഈക്വൽ ടു ഐ പി. 48/24 എത്ര? 2 അല്ലെ? 2 ഇസ് ഈക്വൽ ടു ഐ പി. എത്ര കറണ്ട് ആണ്? 2 ആംപിയർ. യൂണിറ്റും കൂടി എഴുതാട്ടോ. 2 ആംപിയർ ആണ് ഇവിടെ കറണ്ട് കിട്ടിയിട്ടുള്ളത്. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. 11th ക്വസ്റ്റ്യൻ ആണ് നോക്കാനായിട്ട് പോകുന്നത്. സുരക്ഷാ ഫ്യൂസിന്റെ പ്രധാന ഭാഗമാണ് ഫ്യൂസ് വയർ. യെസ്. അങ്ങനെയെങ്കിൽ ഫ്യൂസ് വയറിന്റെ പ്രത്യേകതകൾ എന്താണ്? ഫ്യൂസ് വയറിന്റെ പ്രത്യേകത എന്താ? യെസ്, എന്താണ് താഴ്ന്നത്? താഴ്ന്ന ദ്രവണാങ്കമായിരിക്കും അല്ലെ? എന്താണ് താഴ്ന്ന ദ്രവണാങ്കം? അല്ലെ? ഉയർന്ന ദ്രവണാങ്കമാണെങ്കിൽ എന്താണ്? കറണ്ടിൽ ഉരുകിപ്പോകും അല്ലെ? അപ്പൊ ഇവിടെ എന്താണ്? താഴ്ന്ന ദ്രവണാങ്കം ആയിരിക്കും. അടുത്ത നോക്ക്. ഫ്യൂസ് വയർ ഉരുകിപ്പോകാൻ ഇടയാകുന്ന അമിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഏതെല്ലാമാണ്? ഏതൊക്കെയാ സാഹചര്യങ്ങൾ? ഓവർലോഡിങ് അല്ലെ? ഓവർലോഡിങ് ആണ് ആദ്യത്തെ ഒരു സാഹചര്യം. പിന്നെ എന്താണ്? നമ്മളുടെ ഷോർട്ട് സർക്യൂട്ട് അല്ലെ? ഷോർട്ട് സർക്യൂട്ട്, ഓവർലോഡിങ്ങും ഷോർട്ട് സർക്യൂട്ടും വരുമ്പോഴാണ് എന്ത്? ഫ്യൂസ് വയർ ഉരുകി പോകാനായിട്ട് ഇടവരുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ സെക്ഷൻ ബിയും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ സെക്ഷൻ സിയിലോട്ടാണ് പോകുന്നത്. 12 മുതൽ 17 വരെയുള്ള ചോദ്യങ്ങൾക്ക് 3 സ്കോർ വീതം. 14, 17 ചോദ്യങ്ങൾക്ക് ചോയ്സ് ഉണ്ട്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ശബ്ദ തരംഗത്തിന്റെ ഉച്ചമർദ്ദ മേഖലയും തൊട്ടടുത്ത നീചമർദ്ദ മേഖലയും തമ്മിലുള്ള അകലം 17.5 സെന്റിമീറ്റർ ആണ്. ഈ തരംഗം 1400 മീറ്റർ ദൂരം സഞ്ചരിക്കാൻ 2 സെക്കൻഡ് എടുക്കുന്നു. അങ്ങനെയെങ്കിൽ ഇതിന്റെ തരംഗ ദൈർഘ്യം എത്ര? ഈ തരംഗത്തിന്റെ ആവൃത്തി എത്രയാണ്? അപ്പൊ ഉച്ചമർദ്ദ മേഖലയും നീചമർദ്ദ മേഖലയും അല്ലെ? അപ്പോ ഉച്ചമർദ്ദ മേഖലയുണ്ട്, എന്താണ്? നീചമർദ്ദ മേഖലയുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ തരംഗ ദൈർഘ്യം എന്താണ് പഠിച്ചിട്ടുള്ളത്? ഇതും തമ്മിലുള്ള ദൂരമാണ് അല്ലെ? തൊട്ടടുത്തുള്ളതാണോ അല്ലെ? തൊട്ടടുത്തുള്ള 2 ഉച്ചമർദ്ദ മേഖലകൾ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള 2 നീചമർദ്ദ മേഖലകൾ തമ്മിലുള്ള അകലത്തെയാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുള്ളത്? തരംഗ ദൈർഘ്യം എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെ? അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുള്ളത്? അതാണ് നിങ്ങൾ നോക്കേണ്ടത്. അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റാം. ഒരു ശബ്ദ തരംഗത്തിന്റെ ഉച്ചമർദ്ദ മേഖലയും തൊട്ടടുത്ത നീചമർദ്ദ മേഖലയും തമ്മിലുള്ള അകലം, ഇതും തമ്മിലുള്ള അകലമാണ് ഇവർ എന്ത് തന്നിട്ടുള്ളത്? 17.5 സെന്റിമീറ്റർ തന്നിട്ടുള്ളത്. അപ്പൊ ഇതാണോ ഒരു തരംഗ ദൈർഘ്യം? അല്ല. ഏതാണ് ഒരു തരംഗ ദൈർഘ്യം? ഇത് അല്ലെ? ഇതാണ് ഒരു തരംഗ ദൈർഘ്യം, അല്ലെങ്കിൽ ഇതാണ് ഒരു തരംഗ ദൈർഘ്യം അല്ലെ? തൊട്ടടുത്തുള്ള 2 ഉച്ചമർദ്ദ മേഖലകളെ അല്ലെ തൊട്ടടുത്തുള്ള 2 നീചമർദ്ദ മേഖലകൾ തമ്മിലുള്ള അകലത്തിനെയാണ് നമ്മൾ തരംഗ ദൈർഘ്യം എന്ന് പറയാം അല്ലെ? ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഉച്ചമർദ്ദ മേഖലയും നീചമർദ്ദ മേഖലയും തമ്മിലുള്ള അകല തന്നത്. അപ്പൊ 17.5 അല്ല ലാംഡ വരിക. എന്താണ്? അതിന്റെ ഡബിൾ അല്ലെ? 17.5ന്റെ ഡബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാ? 35 സെന്റിമീറ്റർ ആണ് എന്ത് വന്നിട്ടുള്ളത്? നമ്മളുടെ ലാംഡ വന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ തരംഗ ദൈർഘ്യം എത്രയാണ്? 35 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മൾ തരംഗ ദൈർഘ്യം ഏത് യൂണിറ്റിലാ പറയാ? മീറ്ററിലാണ് പറയാ അല്ലെ? അപ്പൊ 35 സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കാൻ എന്ത് ചെയ്താൽ മതി? 100നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലെ? 35/100 എത്ര കിട്ടി? 0.35 മീറ്റർ എന്ന് കിട്ടി. ഇനി അടുത്ത, ഈ തരംഗത്തിന്റെ ആവൃത്തി എത്രയാണ്? ഈ തരംഗത്തിന്റെ എന്താ കാണേണ്ടത്? ആവൃത്തിയാണ് കാണേണ്ടത് അല്ലെ? അപ്പോ ഇവിടെ നമുക്ക് എന്തൊക്കെ ഉണ്ട് അല്ലെ? ഈ തരംഗം 1400 മീറ്റർ ദൂരം സഞ്ചരിക്കാൻ 2 സെക്കൻഡ് സമയം, പിന്നെ എന്താണ്? അതിന്റെ ലാംഡയും തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ തന്ന സാധനങ്ങളൊക്കെ എഴുതാം. ലാംഡ 0.35 മീറ്റർ എന്ന് കിട്ടിയിട്ടുണ്ട്. 1400 മീറ്റർ ദൂരം അല്ലെ? ദൂരം എന്താണ് തന്നിട്ടുള്ളത്? ഡിസ്റ്റൻസ് അല്ലെ? ഡിസ്റ്റൻസ് തന്നിട്ടുള്ളത് 1400 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. സമയം എത്ര തന്നിട്ടുള്ളത്? സമയം ഇസ് ഈക്വൽ ടു 2 സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട് അല്ലെ? പിന്നെ എന്താ കാണേണ്ടത്? ഈ തരംഗത്തിന്റെ ആവൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ആണ് കാണേണ്ടത്. എഫും ലാംഡയും ഡിയും ടിയും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ നിങ്ങൾക്ക് അറിയാവോ? യെസ്, അത് ഏതാ ഇക്വേഷൻ? നമുക്കറിയാം, വി ഇസ് ഈക്വൽ ടു എഫ് ലാംഡയാണ്. വി ഇസ് ഈക്വൽ ടു എഫ് ലാംഡയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് എഫിനെ കാണാൻ എന്ത് ചെയ്താൽ മതി? എഫ് ഇസ് ഈക്വൽ ടു വി ബൈ ലാംഡയാണ്. എഫിനെ കാണാൻ വി നമ്മളുടെ കയ്യിലുണ്ടോ? ഇല്ല. ലാംഡ നമ്മളുടെ കയ്യിലുണ്ടോ? ഉണ്ട്. പക്ഷെങ്കിൽ വി കണ്ടുപിടിക്കാനാവല്ലോ. അതെങ്ങനെ?
നമ്മളുടെ കയ്യിൽ ഡിയും ടിയും ഉണ്ട് അല്ലെ. നമുക്കറിയാം വേഗം ഇസ് ഈക്വൽ ടു ദൂരം ബൈ സമയമാണ്. ദൂരം ഇവിടെ എത്രയാണ്? 1400 ബൈ സമയം എത്രയാണ്? 2 ആണ്. 1400 ബൈ 2 എത്രയാണ്? 700 മീറ്റർ പെർ സെക്കൻഡ് അല്ലെ. അപ്പൊ വേഗം കിട്ടിയിട്ടുണ്ട്. വേഗം എത്രയാണ്? 700 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ എഫ് കാണാലോ അല്ലെ. അപ്പൊ എഫ് ഈസ് ഈക്വൽ ടു എന്താണ്? വി എത്രയാണ്? വി ഈസ് 700 ബൈ ലാംഡ എത്രയാണ്? 0.35. 700 ബൈ 0.35 എത്ര കിട്ടും? 2000 ഹെർട്സ് എന്ന് കിട്ടും അല്ലെ. 2000 ഹെർട്സ് എന്ന് ആൻസർ കിട്ടും. ക്ലിയർ ആണല്ലോ അല്ലെ. ഇനി നമുക്ക് 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു മിനിറ്റ്, വലുതായിപ്പോയി. ഒരു മിനിറ്റ്. ഓക്കെ, 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ഒരു ലെൻസിന് മുന്നിൽ വെച്ച വസ്തുവിന്റെ പ്രതിബിംബം കാണപ്പെട്ടത് നിവർന്നതായാണ്. ഇതിന്റെ ആവർത്തനം പകുതി, ഹാഫ് ആണ്. ഓക്കെ, എന്താണ്? ഒരു വസ്തുവിന്റെ പ്രതിബിംബം എങ്ങനെയാ കിട്ടിയിട്ടുള്ളത്? നിവർന്നിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ആ വസ്തുവിന്റെ ആവർത്തനം പകുതി, ഹാഫ് ആണ്. അങ്ങനെയാണെങ്കിൽ വസ്തുവിന്റെ ഉയരം പ്രതിബിംബത്തിന്റെ ഉയരത്തിന്റെ എത്ര മടങ്ങാണെന്നാണ് ചോദിച്ചത്. നമുക്കറിയാം ആവർത്തനത്തിനെ സൂചിപ്പിക്കുക എം കൊണ്ടാണ് അല്ലെ. എം നമുക്ക് ആൻസർ കിട്ടിയത് 1 ആണെങ്കിൽ ഇതിലൂടെ എന്താ നമുക്ക് പറയാവുന്നത്? ഒബ്ജക്റ്റിന്റെ ഹൈറ്റും ഇമേജിന്റെ ഹൈറ്റും അല്ലെ, വസ്തുവിന്റെ ഉയരവും പ്രതിബിംബത്തിന്റെ ഉയരവും എന്താണ്? തുല്യമാണ് എന്നാണ് അർത്ഥം അല്ലെ. ഇനിയിപ്പോ എം ചെയ്തിട്ട് കിട്ടിയത് 1നേക്കാൾ കുറവാണെങ്കിൽ എന്താണ്? പ്രതിബിംബം എന്താണ്? പ്രതിബിംബം ചെറുതാണ് എന്നർത്ഥം അല്ലെ. ഇനി എം വലുതാണ് കിട്ടിയതെങ്കിലോ പ്രതിബിംബം എന്താണ്? പ്രതിബിംബം വലുതാണ് എന്നർത്ഥം. ഇവിടെ എത്രയാ കിട്ടിയത്? പകുതിയാണ് എന്നാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ പകുതിയാണെങ്കിൽ ഇവിടെ ആൻസർ എന്തായിരിക്കും? പകുതി അല്ലെ. പകുതിയാണെങ്കിൽ ആൻസർ എന്തായിരിക്കും? ഇരട്ടി ആയിരിക്കും. ഓക്കെ, വസ്തുവിന്റെ ഉയരവും പ്രതിബിംബത്തിന്റെ ഉയരത്തിന്റെ എത്ര മടങ്ങാണ്? ഇവിടെ വസ്തു 1 ആണെങ്കിൽ അതിന്റെ ഇരട്ടി ആയിരിക്കും പ്രതിബിംബം. ഇപ്പൊ വസ്തു <1 ആണെങ്കിൽ, 1നേക്കാൾ ചെറുതാണെങ്കിൽ പ്രതിബിംബം ചെറുതും വസ്തു വലുതും ആയിരിക്കും എന്നർത്ഥം. ഇനി ഈ സന്ദർഭത്തിലെ പ്രതിബിംബ ചിത്രീകരണമാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ സംശയം വരും. എന്താണ് ഇവിടെ ലെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്? ഏത് ലെൻസാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കോൺകേവ് ആണോ കോൺവെക്സ് ആണോ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇനി നമ്മൾ നോക്കാൻ പോകേണ്ടത് എന്താന്ന്? ആവർത്തനം ഹാഫ് ആണ്. ആവർത്തനം പകുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? പ്രതിബിംബം ചെറുതാണ്. പ്രതിബിംബം ചെറുത് അല്ലെ. ഇമേജ് ചെറുത് കിട്ടുക ഏത് ലെൻസിലാണ്? കോൺകേവ് ലെൻസിലാണ്. കോൺവെക്സ് ആണെങ്കിൽ ചെറുതാണോ കിട്ടുക? അല്ല, വലുതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുക ഏത് ലെൻസാണ്? കോൺകേവ് ലെൻസ് ആണ്. അപ്പൊ ഒരു കോൺകേവ് ലെൻസിനെ വരക്കുക, അതിന്റെ അടയാളപ്പെടുത്താം. വേണ്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? നമ്മൾ ലാബിൽ ചെയ്ത് കൊടുക്കാം. എഫ് ഉണ്ട്, 2F ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താ കിട്ടേണ്ടത്? ലെൻസിൽ വെച്ച വസ്തു പ്രതിബിംബം കാണപ്പെട്ടത് നിവർന്നതായിട്ട് വേണം. പിന്നെ എന്താണ്? ചെറുതുമായിട്ടാണ് കിട്ടുന്നത് അല്ലെ. അപ്പൊ എവിടെയാ നമ്മൾ ഒബ്ജക്റ്റിനെ വെക്കുക? 2 കേസസ് ആണ് പഠിച്ചിട്ടുള്ളത് അല്ലെ. എവിടെയാണ്? ഓയിനും എഫിനും ഇടയിലായിട്ട് ഞാൻ എന്ത് ചെയ്ത്? വസ്തുവിനെ വെച്ച് അല്ലെ. അപ്പൊ ഇവിടെ ഇങ്ങനെ വസ്തുവിനെ വെച്ച് കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യും? ഇങ്ങനെ പോകും അല്ലെ. അപ്പൊ ഇതിനെ ഞാൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫോക്കസിലൂടെ കടന്നു പോകും. അടുത്ത ഇതിലൂടെ പോവും? ഓയിലൂടെ പോകുന്നത് ഓയിലൂടെ തന്നെ തിരിച്ച് പോവാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇനി ഇവിടെ വെച്ച് കൂട്ടിമുട്ടിയിട്ടുണ്ട്. ഇവിടെ കൂട്ടിമുട്ടിയിടത്തിലാണ് നമ്മളുടെ ഇമേജ് അല്ലെ, പ്രതിബിംബം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇതാരാണ്? ഇത് നമ്മളുടെ ഒബ്ജക്റ്റും ഇതാരാണ്? ഇതാണ് നമ്മളുടെ ഇമേജ് ആയിട്ടും കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 14ാമത്തെ ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ആണ്, നോക്കിയിട്ട് ചെയ്യാം. ആരോഗ്യമുള്ള മനുഷ്യ നേത്രത്തെ സംബന്ധിച്ച് നിയർ പോയിന്റിലേക്കുള്ള അകലം എത്രയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഒരു ആരോഗ്യമുള്ള ഒരാളുടെ നിയർ പോയിന്റ് എത്രയാണ്? 25 സെന്റിമീറ്റർ ആണ്. അടുത്തത് വെള്ളെഴുത്ത് പ്രസ്ബയോപ്യ ഉള്ള വ്യക്തിക്ക് നിയർ പോയിന്റിലേക്കുള്ള ഈ അകലത്തിന് സംഭവിക്കുന്ന മാറ്റം എന്ത്? അതെന്തായിരിക്കും? 25നേക്കാൾ എന്തായിരിക്കും? കൂടുതലായിരിക്കും അല്ലെ. 25നേക്കാൾ കൂടുതൽ ആയിരിക്കും. ഇവർക്ക് പവർ ഓഫ് അക്കമഡേഷൻ, അതായത് ഈ പ്രസ്ബയോപ്യ ഉള്ള ആൾക്കാർക്ക് പവർ ഓഫ് അക്കമഡേഷൻ എന്തായിരിക്കും? കുറവായിരിക്കും അല്ലെ. ഇവർക്ക് വേഗം തന്നെ കണ്ണിന്റെ ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാനോ കുറക്കാനോ പറ്റൂല അല്ലെ. അപ്പോൾ ഇവർക്ക് എന്തായിരിക്കും? പവർ ഓഫ് അക്കമഡേഷൻ കുറവായിരിക്കും. പ്രസ്ബയോപ്യ നമ്മൾ പഠിച്ചതാ അല്ലെ, പ്രായമുള്ള ആൾക്കാരിൽ വരുന്നതാ അല്ലെ. അപ്പൊ അവർക്ക് അവരുടെ ഞരമ്പിന് അതിനൊക്കെ
ബലക്കുറവൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ പെട്ടെന്ന് പവർ കൂട്ടാനോ കുറക്കാനോ ഒന്നും പറ്റൂല. അപ്പൊ എളുപ്പത്തിൽ ഇവിടെ 3 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത 14ാമത്തെ ബി ക്വസ്റ്റ്യൻ ആണ് നോക്കാനായിട്ട് പോകുന്നത്. കണ്ണിന് ഈ ന്യൂനത ഉള്ളവരുടെ ഫാർ പോയിന്റ് എവിടെയായിരിക്കും? അപ്പൊ ആദ്യം ഇത് ഏതാണ് ന്യൂനത എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ ഇത് ഏതായിരിക്കും? യെസ്, ഇത് നമ്മളുടെ റെറ്റിനയാണ് അല്ലെ. റെറ്റിനയിൽ എത്താണ്ട് മുന്നേ ഫോക്കസ് ആയി പോവാ അല്ലെ. ഇത് ഏതാണ്? നമ്മളുടെ മയോപ്പിയയാണ് അല്ലെ. മയോപ്പിയയാണ്. അങ്ങനെയെങ്കിൽ ഈ കണ്ണിന് ഈ ന്യൂനത ഉള്ളവരുടെ ഫാർ പോയിന്റ് എവിടെയായിരിക്കും? കണ്ണിന് ഈ ന്യൂനത ഉള്ളവരെ എന്താണ് ഫാർ പോയിന്റ് എവിടെയായിരിക്കും? അനന്തതയിലായിരിക്കോ? അല്ല. 25 സെന്റിമീറ്ററിലായിരിക്കോ? ഇല്ല. അതൊരു നോർമൽ ആയിട്ടുള്ള ഒരാളുടെ കേസിലാണ് അല്ലെ. മയോപ്പിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഷോർട്ട് സൈറ്റഡ്നെസ്, അടുത്തുള്ള കാണാൻ പറ്റും, ദൂരെയുള്ള കാണാനായിട്ട് പറ്റൂല. അങ്ങനെയെങ്കിൽ ഇവരെ ഫാർ പോയിന്റ് എത്രയായിരിക്കും? കണ്ണിൽ നിന്ന് ഒരു നിശ്ചിത അകലത്തിൽ ആയിരിക്കും. ഈ ന്യൂനതയ്ക്കുള്ള 2 കാരണങ്ങൾ എഴുതുക. ഏതൊക്കെയാണ്? നമ്മളുടെ നേത്രഗോളത്തിന്റെ എന്താണ്? വലുപ്പം കൊണ്ട് അല്ലെ. നേത്രഗോളത്തിന്റെ വലുപ്പം കൊണ്ട് എന്ത് വരാം? മയോപ്പിയ വരാനായിട്ട് ചാൻസ് ഉണ്ട് അല്ലെ. പിന്നെ എന്താണ്? ലെൻസിന്റെ എന്താണ് കൂടുതൽ ഉണ്ടാവുക? ലെൻസിന്റെ പവർ അല്ലെ. പവർ എന്തായിരിക്കും? പവർ കൂടുതൽ. ലെൻസിന്റെ പവർ കൂടുതൽ അല്ലെങ്കിൽ നേത്രഗോളത്തിന്റെ വലുപ്പം കൂടുതലാണെങ്കിൽ ഈ ഒരു മയോപ്പിയ എന്ന് പറയുന്നത് വരാം. അടുത്തത്, ഇതെങ്ങനെ പരിഹരിക്കാം? ഇതെങ്ങനെയാ നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റുക? യെസ്, നമ്മൾക്ക് ലെൻസ് ഉപയോഗിക്കാം. ഏത് തരം ലെൻസ് ആണ്? കോൺകേവ് ലെൻസുകൾ അല്ലെ. കോൺകേവ് ലെൻസുകൾ ഉപയോഗിക്കാം. ലെൻസുകൾ അല്ലെ, സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫോക്കൽ ലെങ്ത് ഉള്ള അല്ലെ, നമ്മളുടെ കണ്ണിന് വേണ്ട ആവശ്യമായിട്ടുള്ള ഫോക്കസ് ദൂരമുള്ള കോൺകേവ് ലെൻസുകളെ നമുക്കിവിടെ ഉപയോഗിച്ച് ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കാനായിട്ട് പോകുന്നത്. 15th ക്വസ്റ്റ്യൻ. NS എന്നീ കാന്തിക ധ്രുവങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചാലകത്തെ ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലുകളുമായി ഘടിപ്പിച്ചിരിക്കുന്നതാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു ബാറ്ററി ഉണ്ട്, പോസിറ്റീവ് നെഗറ്റീവ്. ഇവിടെ എന്താണ്? ഒരു ചാലകം വെച്ചിട്ടുണ്ട്. ഈ ചാലകം എവിടെയാണുള്ളത്? നോർത്ത് സൗത്ത് എന്ന് പറയുന്ന കാന്തത്തിന്റെ ഇടയിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ചാലകത്തിന്റെ ചലനദിശ ഇങ്ങോട്ടായിരിക്കും. ഇത് കണ്ടെത്താൻ സഹായിച്ച നിയമം ഏത് എന്നാണ് ചോദിച്ചത്. അപ്പൊ ഇവിടെ എന്തുമായിട്ടാ ബന്ധപ്പെട്ടിട്ടുള്ള? ഒരു ബലവുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്. ബലവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അല്ലെ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ എന്ത് എഴുതണം? ഇടത് കൈ അല്ലെ. ഇടത് കൈ നിയമം. ആരെ ഇടത് കൈ നിയമം? നമ്മളുടെ ഫ്ലെമിങ്ങിന്റെ ഇടത് കൈ നിയമമാണ് ഇവിടെ നമ്മളെ ഈ ഒരു കാര്യം കണ്ടെത്താനായിട്ട് സഹായിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇടത് കൈ നിയമം എന്തായിരുന്നു? നമുക്ക് 3 വിരലുകൾ ഉണ്ട് അല്ലെ. ലെഫ്റ്റ് ഹാൻഡിന്റെ ഇടത് കൈയിന്റെ 3 വിരലുകൾ ഏതൊക്കെയാണ്? നമ്മളുടെ തള്ളവിരൽ അല്ലെ. നമ്മളുടെ തള്ളവിരല്, പെരുവിരല്, പിന്നെ നമ്മുടെ നടുവിലുള്ള വിരൽ അല്ലെ. തള്ളവിരൽ, പെരുവിരൽ, നമ്മളുടെ മിഡിൽ ഫിംഗർ അല്ലെ. ആ 3 ആൾക്കാരെ നമ്മൾ എങ്ങനെയാ വെക്കേണ്ടത്? മ്യൂച്വലി പെർപെൻഡിക്കുലർ അല്ലെ. 3 ആളും 90 ഡിഗ്രി ഉണ്ടാവുന്ന രീതിയിലാണ് നമ്മൾ വെക്കുക അല്ലെ. അപ്പൊ എല്ലാവരും കൈ പിടിച്ചോളാം. ലെഫ്റ്റ് ഹാൻഡ് റൂളിലുള്ള 3 കൈകളും അങ്ങനെ പിടിച്ചോളാം. ഇനി നമ്മൾ ദിശ കണ്ടെത്താനായിട്ട് പോവാണ്. അപ്പൊ ആദ്യം ഇവിടെ ബാറ്ററി കൊടുത്തിട്ടുണ്ട് അല്ലെ. ബാറ്ററിന്റെ പോസിറ്റീവ് ഇവിടെ ഉണ്ട്, നെഗറ്റീവ് ഇവിടെ ഉണ്ട് അല്ലെ. അപ്പൊ നമുക്കറിയാം കറണ്ട് എവിടുന്ന് എവിടത്തേക്കാ പോവാ? പോസിറ്റീവ് നെഗറ്റീവിലേക്ക് അല്ലെ. അപ്പൊ പോസിറ്റീവ് ഇവിടെ ഉണ്ടെങ്കിൽ കറണ്ട് ഇതാ ഇങ്ങനെ ഒഴുകി ഇതാ ഇങ്ങനെയാണ് കറണ്ടിന്റെ ദിശ. അങ്ങനെയാണെങ്കിൽ ഈ തള്ളവിരൽ അല്ലെ, ഇത് തള്ളവിരലായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. ഈ തള്ളവിരല് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? തള്ളവിരല് നമ്മളെ കറണ്ടിനെ സൂചിപ്പിക്കുന്നു അല്ലെ. സോറി ഫോഴ്സിനെ സൂചിപ്പിക്കുന്നു അല്ലെ. ബലത്തിന്റെ ദിശയെ സൂചിപ്പിക്കുന്നു. ഈ മിഡിൽ ഫിംഗർ അല്ലെ, ഇൻഡെക്സ് ഫിംഗർ, ചൂണ്ടുവിരൽ എന്തിനാ സൂചിപ്പിക്കുന്നത്? ചൂണ്ടുവിരലാണ് നമ്മളുടെ കാന്തിക മണ്ഡലം അല്ലെ. കാന്തിക മണ്ഡലത്തെ സൂചിപ്പിക്കുന്നു. നടുവിലത്തെ അല്ലെങ്കിൽ സെൻട്രൽ ഫിംഗർ ആണ് നമ്മളുടെ കറണ്ടിന്റെ ദിശയെ സൂചിപ്പിക്കുന്നത് അല്ലെ. ഫാദർ, മദർ, ചൈൽഡ് അല്ലെ. മറക്കുന്നുണ്ടെങ്കിൽ ഫാദർ, മദർ, ചൈൽഡ്. എഫ് ഫാദർ, ഫോഴ്സ്, മദർ, എം മാഗ്നറ്റിക് ഫീൽഡ്, സി ചൈൽഡ്, കറണ്ട് അല്ലെ. ഇങ്ങനെ ഓർത്ത് വെക്കാം. അപ്പൊ ഇവിടെ എന്താണ്? ഇങ്ങനെയാണ് എന്തൊഴുകുന്നത്? കറണ്ട് ഒഴുകുന്നത് അല്ലെ. അപ്പൊ
കറണ്ടിന്റെ ദിശ എങ്ങനെ വെക്കാം? നിങ്ങളെ ചൂണ്ടുന്ന രീതിയിൽ കറണ്ടിന്റെ ദിശ വെക്കാം. ഓക്കെ, കറണ്ടിന്റെ ദിശ ഇങ്ങനെയാണ്. അപ്പൊ ഇവിടെ നമ്മളുടെ മിഡിൽ ഫിംഗർ ഇതാ ഇങ്ങനെ വന്നു. മിഡിൽ ഫിംഗർ ഇതാ ഇങ്ങോട്ടേക്ക് വന്നേ. ഇതാണ് നമ്മളുടെ മിഡിൽ ഫിംഗർ. കറണ്ട് ഇങ്ങനെ വന്നു. ഇനി അടുത്ത ആരെയാ വെക്കണ്ടേ? നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡിന് അല്ലെ, മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ നോർത്ത് ഉണ്ട്, ഇവിടെ സൗത്ത് ഉണ്ട്. അപ്പൊ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക്. അപ്പൊ നമ്മളുടെ ചൂണ്ടുവിരൽ എങ്ങനെ വരും? ചൂണ്ടുവിരലാണ് ഇങ്ങനെ വരാം. അപ്പൊ കറണ്ട് ഇങ്ങോട്ടേക്ക് വെച്ച് ചൂണ്ടുവിരൽ ഇങ്ങോട്ടേക്ക് വെച്ച്, അപ്പൊ തമ്പ് എങ്ങോട്ടേക്കാണ് ഉണ്ടാവുക? തമ്പ് മേലോട്ടേക്കാണ് ഉണ്ടാവുക അല്ലെ, അപ്വാർഡായിട്ട് അല്ലെ, മുകളിലോട്ടേക്കായിട്ടാണ് വരിക. അപ്പൊ ഇവിടെ ചാലകത്തിന്റെ ചലനദിശ എങ്ങോട്ടേക്കായിരിക്കും? മുകളിലോട്ടേക്ക്. ഓക്കെ, ഈ ദിശയിൽ ചാലകം ചലിക്കുന്നത് എന്തുകൊണ്ട് എന്ന് വിശദമാക്കുക. ഈ ചാലകം ചലിക്കാനുള്ള കാരണം എന്താണ്? ഈ ഒരു കറണ്ട് പോകുന്ന അല്ലെ, കറണ്ട് പ്രവഹിക്കുന്ന ഒരു ചാലക കമ്പി നമ്മളുടെ കാന്തിക മണ്ഡലത്തിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് എന്ത് അനുഭവപ്പെടും? ഒരു ബലം അനുഭവപ്പെടും അല്ലെ. ആ ബലം അനുഭവപ്പെടുന്നത് കൊണ്ടാണ് ഈ ചാലക ദണ്ഡ് എന്ത് ചെയ്യുന്നത്? മേലോട്ടേക്കോ അല്ലെ താഴോട്ടേക്കോ എന്ത് ചെയ്യാനുള്ള കാരണം? നീങ്ങാനുള്ള അല്ലെ, ചലിക്കാനുള്ള കാരണം. ഓക്കെ, ഇനി നമ്മൾ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കാനായിട്ട് പോകുന്നത്? 15ാമത്തെ കഴിഞ്ഞു. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ. വലയ രൂപത്തിലുള്ള ഒരു ചാലക കമ്പിയാണ് AB. ഇതിന്റെ രണ്ട് അഗ്രങ്ങളെ ബാറ്ററിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഓക്കെ, ഇവിടെ ഒരു വലയ രൂപത്തിലുള്ള ഒരു ചാലക കമ്പി ഉണ്ട്. രണ്ടറ്റത്തും എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ബാറ്ററി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്വിച്ചും ഉണ്ട്. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ A എന്ന ഭാഗത്തും B എന്ന ഭാഗത്തും ചാലകത്തിന് ചുറ്റും രൂപപ്പെടുന്ന കാന്തിക മണ്ഡലത്തിന്റെ ദിശ ഏതാണ്? അപ്പൊ ഇവിടെ ഈ ഒരു സ്വിച്ച് ക്ലോസ് ചെയ്തു എന്ന് വിചാരിക്കും. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കറണ്ട് പോകും അല്ലെ. അപ്പൊ ഇത് പോസിറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആണ്. അപ്പൊ കറണ്ട് ദാ ഇങ്ങനെ പോകും അല്ലെ. കറണ്ട് ദാ എയിൽ നിന്ന് മേലോട്ടേക്കും ബിയിൽ നിന്ന് താഴോട്ടേക്കും അല്ലെ. കറണ്ട് ഇങ്ങനെയല്ലേ പോവാ അല്ലെ. കറണ്ട് ദാ ഇങ്ങനെ വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഏത് റൂളാ ഉപയോഗിക്കുക? ഇങ്ങനെ സർക്കുലാർ കോയിൽ അല്ലെങ്കിൽ ഒരു നീണ്ട കമ്പി അല്ലെ, അതിന്റെ കാന്തിക മണ്ഡലവും കറണ്ടും അങ്ങനത്തെ ഒക്കെ കാണണമെങ്കിൽ നമ്മൾ ഏതാ യൂസ് ചെയ്യുക? റൈറ്റ് ഹാൻഡ് അല്ലെ, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അല്ലെ, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, വലത് കൈ പെരുവിരൽ നിയമമാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുക അല്ലെ, വലത് കൈ പെരുവിരൽ നിയമം. അപ്പോൾ നമുക്കറിയാം നമ്മളുടെ വലത് കൈ ഇങ്ങനെയുണ്ട് അല്ലെ, തമ്പ് ഇങ്ങനെയുണ്ട്, പിന്നെ എന്താണ്, നമുക്ക് കുറച്ച് ഫിംഗേഴ്സ് ഉണ്ട് അല്ലെ, ഇതാണ് നമ്മളുടെ ഫിംഗേഴ്സ്. അപ്പൊ ഈ പെരുവിരൽ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? പെരുവിരൽ സൂചിപ്പിക്കുന്നത് കറണ്ടിനെ അല്ലെ, പെരുവിരൽ കറണ്ടിനെയും ഈ ചുറ്റിയിട്ടുള്ള ബാക്കിയുള്ള ഫിംഗേഴ്സ് എന്തിനാ സൂചിപ്പിക്കുന്നത്? നമ്മളുടെ മാഗ്നറ്റിക് അല്ലെ, കാന്തിക മണ്ഡലത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ എയില് കറണ്ട് എങ്ങോട്ടേക്കാ? മേലോട്ടേക്ക്. അങ്ങനെയെങ്കിൽ നിങ്ങൾ റൈറ്റ് ഹാൻഡ് എടുക്കുക, ലെഫ്റ്റ് ഹാൻഡ് അല്ല, റൈറ്റ് ഹാൻഡ് എടുത്തിട്ട് ഇവിടെ അല്ലെ, ഇവിടെ പെരുവിരൽ എങ്ങോട്ടേക്കാ? മേലോട്ടേക്ക് വെക്കുക. മേലോട്ടേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബാക്കിയുള്ള ഫിംഗേഴ്സ് എങ്ങനെയാണ് വരിക? ബാക്കിയുള്ള ഫിംഗേഴ്സ് എങ്ങനെയാണ് ഉണ്ടാവുക? ബാക്കിയുള്ള ഫിംഗേഴ്സ് ഇങ്ങനെ വരും അല്ലെ. ബാക്കിയുള്ള ഫിംഗേഴ്സ് ഇങ്ങനെ വരുമ്പോൾ ഈ ഫിംഗേഴ്സ് എങ്ങോട്ടേക്ക് പോകുന്നത് പോലെ ഉണ്ടാവും? ഇങ്ങനെ ഉള്ളിലോട്ടേക്ക് പോകുന്നത് പോലെയല്ലേ ഉണ്ടാവുക? കറണ്ട് മേലോട്ടേക്ക് പിടിച്ച്, അപ്പോൾ ഫിംഗേഴ്സ് എന്താണ്? ഉള്ളിലേക്ക്, ഇൻടു ദ അല്ലെ, ഉള്ളിലേക്ക് പോകുന്നത് പോലെ കാണാനായിട്ട് പറ്റും. ഇനി നേരെ മറിച്ച് ബിയിലാണെങ്കിൽ ബിയിൽ കറണ്ട് എങ്ങോട്ടേക്കാ? ബിയിൽ കറണ്ട് താഴോട്ടേക്കാ. അപ്പൊ താഴോട്ടേക്ക് അല്ലെ, താഴോട്ടേക്ക് നമ്മളുടെ പെരുവിരൽ ഇങ്ങനെ വെക്കുമ്പോൾ, നമ്മൾ ഫിംഗേഴ്സ് എങ്ങനെയാ വരുന്നത്? ഒരു ഫിംഗേഴ്സ് ഇങ്ങനെയാ വരുന്നത്. അപ്പൊ താഴോട്ടേക്ക് ഫിംഗേഴ്സ് ഇങ്ങനെ വെക്കുമ്പോൾ പെരുവിരൽ അല്ലെ, പെരുവിരൽ താഴോട്ടേക്കും ബാക്കി ഫിംഗേഴ്സ് ഇങ്ങനെ അല്ലെ. അപ്പൊ ഫിംഗേഴ്സ് ഇങ്ങനെ വരുന്നത് പോലെയാണ് കാണാം അല്ലെ, ഫിംഗേഴ്സ് ഇങ്ങനെ. അപ്പൊ ഈ എയിലും ബിയിലും നിങ്ങൾ നോക്ക്, കാന്തിക മണ്ഡലം എയിൽ എങ്ങനെയാണുള്ളത്? എയില് കാന്തിക മണ്ഡലം ഇങ്ങനെയാണുള്ളത് അല്ലെ, ബിയില് കാന്തിക മണ്ഡലം എങ്ങനെയാണുള്ളത്? ഇങ്ങനെയാണ് ഉള്ളത്. അപ്പൊ എയിലുള്ള കാന്തിക മണ്ഡലം എങ്ങനെയാ? ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് ഉള്ളത്. ബിയിൽ എങ്ങനെയാണുള്ളത്? ക്ലോക്ക് വൈസ് ആയിട്ടുമാണ് ഉള്ളത് അല്ലെ. അപ്പൊ എ എന്ന ഭാഗത്ത് എങ്ങനെയാണ്? ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടും, ബി എന്ന ഭാഗത്ത് എങ്ങനെയാണുള്ളത്? ക്ലോക്ക് വൈസ് ആയിട്ടുമാണ് ഉള്ളത്. അപ്പൊ ചാലക വലയത്തിൽ വൈദ്യുതി കടന്നു പോകുന്ന കാന്തിക മണ്ഡലത്തിന്റെ ദിശ കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് വിശദമാക്കുക. അപ്പൊ നമ്മൾ ഈ ഒരു ഏതാണ്? റൈറ്റ് ഹാൻഡ് അല്ലെ, വലത് കൈ പെരുവിരൽ നിയമം ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ എന്താണ്? കറണ്ടിന്റെ ദിശ ക്ലോക്ക് വൈസ് ആണെങ്കിൽ അല്ലെ, കറണ്ടിന്റെ ദിശ ക്ലോക്ക് വൈസ് ആണെങ്കിൽ നമ്മളുടെ ഈ ഒരു ബാക്കിയുള്ള ഫിംഗേഴ്സ് കോയിലിന്റെ ഉള്ളിലേക്ക് അല്ലെ, ചാലക വലയത്തിന്റെ വൈദ്യുതിന്റെ ദിശ എന്താണ്? ക്ലോക്ക് വൈസ് ആണെങ്കിൽ എന്താണ്? കാന്തിക മണ്ഡലത്തിന്റെ ദിശ കോയിലിന് ഉള്ളിലേക്കായിരിക്കും, കോയിലിന് ഉള്ളിലേക്ക്. ഇനി നേരെ മറിച്ച് കറണ്ടിന്റെ ദിശ എന്താണ്?
ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നേരെ തിരിച്ചിട്ടും ആയിരിക്കും. ക്ലിയർ ആണല്ലോ അല്ലെ ഈ ഒരു ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കാനായി 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കാനായിട്ട് പോകുന്നത്. 800 വാട്ട് 240 വോൾട്ട് എന്ന് രേഖപ്പെടുത്ത ഒരു വൈദ്യുതി താപന ഉപകരണം 10 മിനിറ്റ് പ്രവർത്തിക്കുന്നു. ഓക്കെ, അങ്ങനെയെങ്കിൽ ഉണ്ടാകുന്ന താപത്തിന്റെ അളവാണ് കണക്കാക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. പവർ തന്നിട്ടുണ്ട്, വി തന്നിട്ടുണ്ട്, പിന്നെ എന്താണ്, സമയവും തന്നിട്ടുണ്ട്. ഉണ്ടാകുന്ന താപത്തിന്റെ അളവാണ് കണക്കാക്കേണ്ടത്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എഴുതാ. പി ഇസ് ഈക്വൽ ടു 800 വാട്ട്, വി ഇസ് ഈക്വൽ ടു 240 വോൾട്ട്. സമയം തന്നിട്ടുണ്ട് എത്രയാണ്, 10 മിനിറ്റും ആണ്. താപത്തിന്റെ അളവാണ് കാണുന്നത്. എച്ച് ഇസ് ഈക്വൽ ടു എന്താണ്, വി ഐ ടി. എന്തുകൊണ്ടാ വി ഐ ടി യൂസ് ചെയ്തത്, വിയും ടിയും ഉള്ളത് കൊണ്ടാണ് വി ഐ ടി യൂസ് ചെയ്തത്. അപ്പൊ നിങ്ങൾ നോക്ക്, ഇവിടെ ഐ ഇല്ലാലോ, പിന്നെ എന്താ വി ഐ ടി യൂസ് ചെയ്തേ, വേറെ ഒന്നും കണ്ടല്ല. വി ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്, നമ്മളുടെ പവർ ആണ് അല്ലെ, പി ഈക്വൽ ടു വി ഐ ആണ് എന്ന് അറിയാലോ അല്ലെ. അങ്ങനെയാണെങ്കിൽ വി ഐക്ക് പകരം എന്ത് ഇട്ട് കൊടുത്താൽ മതി, 800 ഇട്ട് കൊടുത്താൽ മതി. അതുകൊണ്ടാണ് അപ്പൊ വി ഐക്ക് പകരം ആരെ ഇട്ടാൽ മതി, 800. അപ്പൊ 800 ഇൻറ്റു ആരാണുള്ളത് ഇനി, ടി ആണ് അല്ലെ. ടി എത്രയാണ്, 10 മിനിറ്റ് ആണ്, 10. ഓക്കെ, ഇങ്ങനെ വെച്ച് ചെയ്തെന്ന് വിചാരിക്കുക. ഇതിന്റെ ആൻസർ തെറ്റാണ്. കാരണം എന്താണ്, ഇവിടെ മിനിറ്റിലാണുള്ളത്. എന്തിലേക്ക് മാറ്റണം, സെക്കൻഡിലേക്ക് മാറ്റണം. സെക്കൻഡിലേക്ക് മാറ്റാൻ ഇൻറ്റു 60 വരും അല്ലെ. ഇൻറ്റു 60യും കൂടി ചെയ്ത് കഴിഞ്ഞാൽ 480000 ജൂൾ എന്ന് കിട്ടും. ഇനി നേരെ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് ഇവിടുത്തെ ഊർജം യൂണിറ്റിൽ കാണാനായിട്ട് ചോദിച്ചെന്ന് വിചാരിക്കേ. യൂണിറ്റിലാണ് കാണേണ്ടതെങ്കിൽ ഈ ടൈമിനെ നിങ്ങൾ എന്തിലേക്ക് മാറ്റേണ്ട ആവശ്യമില്ല, സെക്കൻഡിലേക്ക് മാറ്റേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, അത് നമ്മൾ അവറിലായിട്ടാണ് ചെയ്യുക. അപ്പൊ ഇത് ക്ലിയർ ആണല്ലോ. ഇനി അതിന്റെ ബി ക്വസ്റ്റ്യൻ നോക്ക്. 17ാമത്തെ ബി. വോൾട്ടേജ് 120 വോൾട്ട് ആയാൽ ഉപകരണത്തിന്റെ പവർ എത്രയായിരിക്കും. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, വോൾട്ടേജ് 120 ആയാല് ഉപകരണത്തിന്റെ പവർ എത്രയായിരിക്കും എന്നാ ചോദിച്ചിട്ടുള്ളത്. 240 വോൾട്ടില് 800 വാട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ 120 വോൾട്ടില് എത്രയാണ് എന്നുള്ളതാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അപ്പോ എന്താ കാണേണ്ടത്, പവർ ആണ് കാണേണ്ടത് അല്ലെ. പി ഇസ് ഈക്വൽ ടു എന്താണ്, പി ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. പി ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. ഇവിടെ വോൾട്ടേജ് എത്രയാണ്, 120 അല്ലെ. അപ്പൊ 120 ഇൻറ്റു 120 ബൈ 6. ഇവിടെ 6 ഉണ്ടോ, ഇല്ല. പക്ഷെ നമുക്ക് ആറിനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും, സെയിം ഉപകരണമാണ് അല്ലെ. സെയിം ഉപകരണത്തിന്റെ റെസിസ്റ്റൻസ്, പ്രതിരോധം എന്തായിരിക്കും, സെയിം തന്നെ ആയിരിക്കും അല്ലെ. അപ്പൊ 800 വാൾട്ടിൽ 240 വോൾട്ട് ഉള്ള ഒരു ഉപകരണത്തിന്റെ റെസിസ്റ്റൻസ്, പ്രതിരോധം നമുക്ക് കാണാനായിട്ട് പറ്റുമല്ലോ. യെസ്, അതെങ്ങനെ കാണാനായിട്ട് പറ്റും, വി ഇസ് ഈക്വൽ ടു പി ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ആണ്. അങ്ങനെയാണെങ്കിൽ ആറ് കണ്ടുപിടിക്കാലോ. അപ്പൊ ആർ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, ആർ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ പി ആയിരിക്കും. വി സ്ക്വയർ എന്താണ്, വിന്റെ സ്ക്വയർ 240. 240 ഇൻറ്റു 240 ബൈ പവർ എത്രയാണ്, 800 ആണ്. 800. അപ്പൊ ഈ 2 സീറോസ് മേലേന്നും താഴേന്നും വെട്ടി 24 8 ഇവിടെ 3 പ്രാവശ്യം പോകും. 24 ഇൻറ്റു 3 എത്രയാണ്, 72 ഓം എന്ന് കിട്ടി. അപ്പൊ 840 വോൾട്ട് 800 വാട്ട് 240 വോൾട്ട് ഉള്ള റെസിസ്റ്റൻസ്, പ്രതിരോധം 72 ഓമ. അങ്ങനെയാണെങ്കിൽ 120 വോൾട്ടിലുള്ളതും പ്രതിരോധം എത്ര തന്നെയായിരിക്കും, 72 തന്നെയായിരിക്കും. കാരണം എന്താ, രണ്ടും സെയിം ഉപകരണം തന്നെയായിരിക്കും. ഇത്ര വോൾട്ടിലുള്ള പ്രതിരോധം വേറെയും ഇത്ര വോൾട്ടിലുള്ള പ്രതിരോധം വേറെയും ആയിരിക്കുമല്ലോ. അപ്പൊ സെയിം തന്നെ ആയിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ ആറിന് പകരം ആരെ ഇട്ട് കൊടുക്കാം, 72 ഇട്ട് കൊടുക്കാം അല്ലെ. അപ്പൊ 120 ഇൻറ്റു 120 ബൈ 72 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും, 200 വാട്ട് എന്ന് കിട്ടും. എത്രയാണ്, 120 വോൾട്ടില് അതിന്റെ പവർ എത്രയാണ്, 200 വാട്ട് ആണ്. ക്ലിയർ ആണല്ലോ അല്ലെ. ഇനി അടുത്ത 17 ഓർ ക്വസ്റ്റ്യൻ ബി ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. നോക്കിക്കോ. ഒരു താപന ഉപകരണത്തിൽ 1000 വാട്ട് 230 വോൾട്ട് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവ ഓരോന്നും അർത്ഥമാക്കുന്നത് എന്താണ്. 1000 വാട്ട് 230 വോട്ട് എന്ന് രേഖപ്പെടുത്തിയത് എന്താണ്, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു ഉപകരണത്തിന് 230 വോൾട്ട് അല്ലെ
ഈ 230 അതിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്കിൽ, ഇതിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഈ ഒരു ഉപകരണത്തിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 230 ആണെങ്കിൽ ആ ഒരു വസ്തു അല്ലെ, ആ ഒരു ഉപകരണം എത്ര പവറിൽ വർക്ക് ചെയ്യും? 1000 വാട്ട് പവറിൽ വർക്ക് ചെയ്യും. ഇതാണ് അതിനെ സൂചിപ്പിക്കുന്നത് അല്ലെ. 1000 എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ആണ്, 230 വോൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് ആണ്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെ. അപ്പോൾ 230 വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടുകയാണെങ്കിൽ ആ ഉപകരണം 1000 വാട്ട് പവറിൽ പ്രവർത്തിക്കും. ഈ ഉപകരണത്തിന്റെ പ്രതിരോധം എത്രയായിരിക്കും എന്നുള്ളതാണ് കാണാനായിട്ട് പോകുന്നത്. വിയും പിയും ഉണ്ട്, പ്രതിരോധം കാണാലോ അല്ലെ. പി ഈസ് ഈക്വൽ ടു എന്താണ്? വി സ്ക്വയർ ബൈ ആർ ആണ്. അപ്പൊ ആർ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ആർ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ പി അല്ലെ. വി സ്ക്വയർ എത്രയാണ്? 230. 230 ഇൻറ്റു 230 ബൈ പി എത്രയാണ്? പീസ് 1000. പി 1000. രണ്ട് സീറോസ് മേലേന്നും താഴേന്നും വെട്ടി. 23 ഇൻറ്റു 23 ബൈ 100 എത്ര കിട്ടി? 23 ഇൻറ്റു 23 എത്രയാ? 529 ബൈ 10 അല്ലെ. 529 ബൈ 10 എത്രയാ? 52.9 ഓം എന്ന് കിട്ടി. ഇനി ഈ ഉപകരണത്തിലെ ലേബലിംഗ് 250 വാട്ട് എക്സ് എന്നാക്കിയാൽ എക്സിന്റെ വില കണ്ടുപിടിക്കുക. 250 വാട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ആണ്. അപ്പൊ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? വോൾട്ടേജ് ആയിരിക്കും അല്ലെ. അപ്പൊ അതാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. സെയിം ഇക്വേഷൻ തന്നെ അല്ലെ. പി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. ആരെയാ കണ്ടത്? വീനെയാണ് കണ്ടത്. അപ്പൊ വീനെ കാണാൻ എന്ത് ചെയ്യാ? വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഈ ആർ എന്ത് ചെയ്യും? ഈ ആർ ഇങ്ങോട്ടേക്ക് പോവാം. അപ്പൊ പി ആർ എന്ന് വരും അല്ലെ. അപ്പൊ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു പി എത്രയാണ്? പി ഈസ് 250 ഇൻറ്റു ആർ എത്രയാണ്? 52.9. അപ്പൊ വി സ്ക്വയർ 250 ഇൻറ്റു 52.9 എത്ര കിട്ടും? 13225 എന്ന് കിട്ടും. വി സ്ക്വയർ ആണിത്. അപ്പൊ വി എന്തായിരിക്കും? ഇതിന്റെ റൂട്ട് അല്ലെ. 13225ന്റെ റൂട്ട്. അപ്പൊ ഇതിന്റെ റൂട്ട് കണ്ടുപിടിക്കാൻ അറിയില്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ വെക്കുക, അല്ലെങ്കിൽ ഇതിന്റെ ആൻസർ 115 വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ലാസ്റ്റ് സെക്ഷൻ ഡിയിലേക്ക് പോവാണ്. 4 മാർക്കാണ് ഓരോ ക്വസ്റ്റ്യനും കൊടുത്തിട്ടുള്ളത്. അപ്പൊ 4 മാർക്കിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഏതെങ്കിലും ഒരെണ്ണത്തിന് ഉത്തരം എഴുതുക, 4 സ്കോർ വീതം. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. 9 മീറ്റർ നീളമുള്ള ചരുവത്തലത്തിലൂടെ 1200 കിലോഗ്രാം വെയിറ്റ് ഭാരം 3 മീറ്റർ ഉയരമുള്ള കെട്ടിടത്തിന് മുകളിലേക്ക് കയറ്റുന്നു. ഓക്കെ, എത്രയാണ് കെട്ടിടത്തിന്റെ? 9 മീറ്റർ നീളമുള്ള ചരുവത്തലത്തിലൂടെ 1200 കിലോഗ്രാം ഭാരം 3 മീറ്റർ ഉയരമുള്ള കെട്ടിടത്തിന്റെ മുകളിലേക്ക് കയറ്റുന്നു. അപ്പൊ ആദ്യം തന്ന സാധനങ്ങളൊക്കെ എഴുതാം അല്ലെ. ഇവിടെ 1200 കിലോഗ്രാം ഭാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? എല്ല് തന്നിട്ടുണ്ട്. എല്ല് എത്രയാണ്? 1200 കിലോഗ്രാം വെയിറ്റ്. പിന്നെ എന്താ തന്നിട്ടുള്ളത്? ഭാരം 3 മീറ്റർ ഉയരമുള്ള കെട്ടിടം അല്ലെ. കെട്ടിടത്തിന്റെ ഉയരം എന്താണ്? എച്ച് അല്ലെ. എച്ച് തന്നിട്ടുണ്ട് 3 മീറ്റർ. പിന്നെ 9 മീറ്റർ നീളമുള്ള ചരുവത്തലമുണ്ട് അല്ലെ. അതെന്താണ്? അതാണ് നമ്മളുടെ സ്മോൾ എൽ അല്ലെ. സ്മോൾ എൽ തന്നിട്ടുള്ളത് 9 മീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ ഇത്രയും ഭാരം ഉയർച്ച ചരുവത്തലത്തിലൂടെ പ്രയോഗിക്കേണ്ടി വരുന്ന ബലം എത്രയാണെന്നാ കണ്ടത് അല്ലെ. അപ്പൊ ഈ കണ്ടു കഴിഞ്ഞാൽ, ഈ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ എഫേർട്ട് കണ്ടു കഴിഞ്ഞാൽ എന്താണ്? അതിന്റെ കൂടെ ഇൻറ്റു 10 ചെയ്ത് കഴിഞ്ഞാൽ ബലത്തിനെയാണ് നമുക്ക് കിട്ടുക അല്ലെ. അപ്പോൾ ക്യാപിറ്റൽ എല്, സ്മോൾ എച്ച്, ഈ തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാലോ. എന്താണ്? എൽ ബൈ ഇ ഇസ് ഈക്വൽ ടു എന്താണ്? എൽ ബൈ എച്ച് ആണ്. ആരെയാ കണ്ടത്? ഈനെയാണ് കണ്ടത് അല്ലെ. അപ്പൊ ഈനെ അങ്ങോട്ടേക്ക് എടുക്കുക, എല്ലിനെ ഇങ്ങോട്ടേക്ക് എടുക്കുക, എച്ചിനെ ഇങ്ങോട്ടേക്ക് എടുക്കുക അല്ലെ. അപ്പൊ എന്ത് വരും? എൽ എച്ച് ബൈ എൽ ഇസ് ഈക്വൽ ടു ഇ എന്ന് വരും അല്ലെ. ഇനി എൽ എന്താണ്? എൽ ഈസ് 1200 ഇൻറ്റു എച്ച് എത്രയാണ്? എച്ച് 3 ബൈ എൽ എത്രയാണ്? 9. 3 ബൈ 9 ഇവിടെ എത്ര കിട്ടും? 6 കിട്ടും അല്ലെ. അപ്പൊ 1200 ബൈ 3/9 3 അല്ലേ ഇവിടെ. ഓക്കെ, 1200 ബൈ 3 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 400 ഇസ് ഈക്വൽ ടു ഇ എന്ന് കിട്ടും. ഇ എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 400. അപ്പൊ നമുക്ക് ഇ ആണ് 400 കിട്ടിയിട്ടുള്ളത്. നമുക്ക് എന്താണ്? അതിന്റെ ബലമാണ് കാണേണ്ടത്. ഇത് കിലോഗ്രാം വെയിറ്റിലാണ് ഉള്ളത്. ബലം കാണാൻ ഇൻറ്റു എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 10 ചെയ്താൽ മതി അല്ലെ. നമുക്കറിയാം 9.8 ആണ് ജി അല്ലെ. 9.8 നമ്മൾ അപ്രോക്സിമേറ്റ് ആയിട്ട് 10 ആയിട്ട് എടുക്കും അല്ലെ. അപ്പൊ 400 ഇൻറ്റു 10 ചെയ്ത് കഴിഞ്ഞാൽ 4000 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പൊ ഇത്രയും ഭാരമുള്ള ഇതിനെ ഒരു ചരുവത്തലത്തിലേക്ക് എത്ര ബലം പ്രയോഗിക്കണം? നമ്മൾ 4000 ന്യൂട്ടൺ
ന്യൂട്ടൺ ബലമാണ് പ്രയോഗിക്കേണ്ടത്. ഈ പ്രവർത്തനത്തിൽ ചരുവത്തലം ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രവൃത്തിയിൽ ലാഭം ഉണ്ടാകുന്നില്ല എന്ന് തെളിയിക്കുക. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ ഒരു സാധനം ഉണ്ട്, ഇതിങ്ങനെ ചെരിച്ച് കാറ്റുന്നതും ഇങ്ങനെ നീളത്തിൽ കാറ്റുന്നതും തമ്മിൽ ഒരു ഉപയോഗവും ഇല്ല എന്നുള്ളതാണ് കാണാനായിട്ട് പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? വർക്ക് കണ്ടാൽ മതി അല്ലെ. അപ്പൊ ആദ്യത്തത് അല്ലെ, ചരുവത്തലത്തിലൂടെ ഉള്ളതിന്റെ വർക്കാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അപ്പൊ W = എന്താണ്? F × S ആണ്. ഇവിടുത്തെ എഫ് എത്ര നമുക്ക് കിട്ടിയിട്ടുള്ളത്? ചരുവത്തലത്തിലൂടെയുള്ള ബലം എത്ര കിട്ടിയിട്ടുള്ളത്? 4000 ന്യൂട്ടൺ അല്ലെ. അപ്പൊ 4000 × S എത്രയാ? ഇവിടുത്തെ ചരുവത്തലത്തിന്റെ ഇത് 9 ആണ് അല്ലെ. അപ്പൊ 4000 × 9 എത്രയാണ്? 3 6 3 zeros അല്ലെ. ഇതാണ് ചരുവത്തലത്തിലൂടെയുള്ള നമ്മൾ ചെയ്ത വർക്ക് അല്ലെ, പ്രവൃത്തി. ഇനി അടുത്തത് എന്താണ്? നേരെയുള്ളത് അല്ലെ. നേരെയുള്ളതിന്റെയും W = F × S. ഇവിടുത്തെ എഫ് എത്രയാ? ഇവിടെ 1200 കിലോഗ്രാം വെയിറ്റ് ആണ് തന്നത്. കിലോഗ്രാം വെയിറ്റിന് ന്യൂട്ടണിലേക്ക് ആക്കാൻ × 10 അല്ലെ. അപ്പൊ 1200 × 10 × S എത്ര? ഇവിടെ 3 ആണ്, × 3 ആണ്. 13 × 3 എത്രയാണ്? 36. ഇവിടെ 2 0, ഇവിടെ ഒരു 0 അല്ലെ. അപ്പൊ ടോട്ടൽ 3 zeros അല്ലെ. അപ്പൊ രണ്ടും നിങ്ങൾ നോക്ക്, ഇവിടെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇല്ല. ഈ രണ്ട് പ്രവർത്തനം എന്താണ്? തുല്യ രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നും തന്നെ എന്തില്ല? ലാഭം ഇല്ല അല്ലെ. അപ്പൊ ഏത് രീതിയിൽ നമ്മൾ കയറ്റിയിട്ടും കാര്യമില്ല, രണ്ടും തുല്യ രീതിയിലാണ് പ്രവൃത്തി ചെയ്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. സ്ക്രൂ ജാക്കുകൾ വസ്തുക്കളെ എളുപ്പത്തിൽ ഉയർത്താൻ ഉപയോഗിക്കുന്നു. സ്ക്രൂവിലെ 30 സെന്റിമീറ്റർ നീളത്തിൽ 15 പിരികളുണ്ട്. ഇതിലെ ഓരോ പിരികളുടെയും നീളം 10 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഇതാണ് സ്ക്രൂ ജാക്കുകളെ വസ്തുക്കളെ എളുപ്പത്തിൽ ഉയർത്താൻ ഉപയോഗിക്കുന്നു. സ്ക്രൂവിലെ 30 സെന്റിമീറ്റർ നീളത്തിൽ 15 പിരികളുണ്ട്. അങ്ങനെയെങ്കിൽ ഇതിലെ ഓരോ പിരിയുടെയും നീളം 10 സെന്റിമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ പിരിയിട എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? പിരിയിട എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? പിരിയിട എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? വസ്തുവിന്റെ സമീപസ്ഥങ്ങളായ പിരികൾക്കിടയിലുള്ള അകലത്തിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? പിരിയിട എന്ന് പറഞ്ഞത് അല്ലെ. ടെക്സ്റ്റിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ്? വസ്തുവിന്റെ സമീപസ്ഥങ്ങളായ പിരികളിലിടയിലുള്ള അകലത്തിനെയാണ് എന്ത് പറയാ? പിരിയിട എന്ന് പറയാം. അത് നിങ്ങൾ ടെക്സ്റ്റ് നോക്കി പഠിക്കാം. ഇനി നമുക്ക് ഇവിടെ നോക്കാം. ഈ സ്ക്രൂ ജാക്കിന്റെ യാന്ത്രിക ലാഭം കണക്കാക്കുക. ഇത് ശരിക്കും 3 മാർക്കിൻ്റെതില്ല, ശരിക്കും 1 മാർക്കിൻ്റെതേ ഉള്ളൂ. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമാണ്. ശരിക്കും എക്സാമിന് വരികയാണെങ്കിൽ സുഖമാണ്. ഈ സ്ക്രൂ ജാക്കിന്റെ യാന്ത്രിക ലാഭം കണക്കാക്കുക അല്ലെ. അപ്പൊ യാന്ത്രിക ലാഭം അല്ലെ, യാന്ത്രിക ലാഭം = എന്താണ്? യാന്ത്രിക ലാഭത്തിന്റെ ഇക്വേഷൻ എന്താണ്? പിരിയുടെ നീളം അല്ലെ, പിരിയുടെ നീളം ബൈ പിന്നെ എന്താണ്? പിരിയുടെ നീളത്തിന് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? പിരിയിടനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ പിരിയിടേന്റെ നീളം എത്രയാണ്? 10 ആണ് അല്ലെ. അപ്പൊ പിരിയിടേന്റെ എത്രയാണ്? എത്ര പിരിയിടയാണ് ഉണ്ടാവുക? ഇവിടെ സ്ക്രൂവിൽ 30 സെന്റിമീറ്റർ നീളത്തിൽ 15 പിരികളാണ് ഉള്ളത്. അതിൽ ഓരോ പിരിന്റെയും നീളം 10 സെന്റിമീറ്റർ ആണെങ്കിൽ എത്ര പിരിയാണ് ഉണ്ടാവുക? 2 പിരിയാണ് ഉണ്ടാവുക അല്ലെ. അപ്പൊ 10/5 എത്ര കിട്ടി? 5 എന്ന് കിട്ടും അല്ലെ. അപ്പൊ യാന്ത്രിക ലാഭം എത്ര കിട്ടി? 5 ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയാണ് നമ്മളുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.